ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സഹനാ ഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് അതിന് പാത്രമായിട്ടിരിക്കുന്ന ഒരു വലിയ സദസ്സിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠയുടെ വാർഷിക മഹോത്സവത്തിൻ്റെ അവസാന ദിവസം ഭഗവാന്റെ അഭിഷേക കർമ്മങ്ങളിലും ഗുരുപൂജയിലൊക്കെ പങ്കെടുത്ത് ആ പുണ്യത്തെ നുകർന്ന് എല്ലാവരും ആത്മനിർവൃതിയിലിരിക്കുന്ന ഈ വേളയിൽ ഭഗവാന്റെ സ്വരൂപത്തെ പറ്റിയും ഭഗവാന്റെ ജീവിതത്യാഗത്തെ പറ്റിയും ഭഗവാൻ നമ്മൾക്ക് കാട്ടിയ ആ ജീവിത മാർഗത്തെ പറ്റിയും ഭഗവാൻ നമ്മളെ സ്വജീവിതത്തിലൂടെ ആനയിച്ച ആ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യത്തെ പറ്റിയൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഈ മഹനീയമായ പവിത്രമായ ധന്യമായ ഈ മുഹൂർത്തത്തിൽ ഭഗവാന്റെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയുടെ വാർഷിക മഹോത്സവമാണ്. ആദ്യമായിട്ട് ഭഗവാന്റെ ആ ദിവ്യസ്വരൂപത്തെ ഭഗവാനിലെ ആ ഈശ്വര്യതയെ മനസ്സിലാക്കിയ തലശ്ശേരിയിലെ പരമഭക്തരായിട്ടുള്ള ഒരു വലിയ കൂട്ടം ഗുരുഭക്തർ തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തിൽ 1908 ആ നാടിലെ സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ആധ്യാത്മികപരമായും ഉണർത്തുന്നതിന് വേണ്ടി അതേപോലെ നിലനിന്നിരുന്ന എല്ലാ തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധമായ വ്യവസ്ഥിതികളെ ഇല്ലാണ്ടാക്കുന്നതിനും അന്ധവിശ്വാസവും അനാചാരവും തുടങ്ങിയിട്ടുള്ള മനുഷ്യൻ്റെ പ്രാകൃതമായിട്ടുള്ള ചിന്തകളും അവൻ്റെ ആചരണങ്ങളെല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് ഭഗവാൻ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ജഗന്നാഥനെ ഈ ജഗത്തിനെ സൃഷ്ടിച്ച് അതിനെ നിലനിർത്തി സംഹരിക്കുന്ന ഭഗവാനെ ആ നാടിലെ എല്ലാവർക്കും സർവ്വവിധത്തിലുള്ള ഐശ്വര്യത്വം പ്രദാനം ചെയ്യാൻ വേണ്ടി പ്രതിഷ്ഠ നടത്തി. അതിനെ തുടർന്ന് ഗുരുവിൻ്റെ ആദർശത്തെയും ഗുരുവിൻ്റെ ജീവിതത്തെയും ഗുരുവിൻ്റെ പ്രബോധനത്തെയൊക്കെ ഉൾക്കൊണ്ട് ഭഗവാനെ പരമമായ ദൈവമായി കണ്ടുകൊണ്ട് ഗുരുവിലെ ആ ഈശ്വരതയെ ഗുരുവിൻ്റെ ആ ഈശ്വര സത്തയെ മനസ്സിലാക്കിയ തലശ്ശേരിയിലെ മൂർക്കോത്ത് കുമാരൻ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ ഭക്ത സമൂഹം 1927 ഭഗവാന്റെ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിച്ചതിൻ്റെ ശതാബ്ദി വർഷം കഴിഞ്ഞ മാസം അവസാനം ആ വിഗ്രഹ പ്രതിഷ്ഠയുടെ ശതാബ്ദി ആഘോഷം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തലശ്ശേരിയിലും ലോകത്തെമ്പാടും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഗുരുദേവ വിഗ്രഹങ്ങൾ തുടർന്നുണ്ടായതാണ്. അപ്പോഴും ആ തലശ്ശേരിയിൽ ഭഗവാൻ സശരീരനായിരിക്കെ ഭഗവാന്റെ അനുഗ്രഹങ്ങളോടുകൂടി ഭഗവാന്റെ
ശിവഗിരിയിൽ വന്ന് ഭഗവാന്റെ ഫോട്ടോ എടുത്ത് ഇറ്റലിക്കാരനായ തവറലി 14 മാസം കൊണ്ട് ഭഗവാന്റെ ധ്യാന നിമഗ്നനായി ഇരിക്കുന്ന ആ ഒരു പഞ്ചലോക വിഗ്രഹം തലശ്ശേരിയിൽ ഭഗവാന്റെ അനുഗ്രഹത്തിൽ സിലോണിൽ വെച്ച് തന്നെ ഭഗവാൻ അതിനെ കാണുകയും ഇതിനൊന്നും വേണ്ടല്ലോ അതിരുന്നുകൊള്ളും എന്ന് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹ വചസ്സോടുകൂടി ആ പരമഭക്തർ നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ഗുരുവിൻ്റെ പരമഭക്തരായിട്ടിരിക്കുന്നു. തലശ്ശേരിക്കാരുടെ പ്രത്യേകത, അവർ ഗുരുവിൻ്റെ പേര് പറഞ്ഞാൽ, ഗുരുവിൻ്റെ വിഗ്രഹത്തിന് മുമ്പ് ചെന്നാൽ അവരുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകും. അത്രയ്ക്കും പരമഭക്തിയാണ് ഇപ്പോഴും. ഗുരു എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണുകൾ നിറയും. അത്രത്തോളം ഗുരുവിനോട് ആദരവും ഭക്തിയും കടപ്പാടും സ്നേഹവും ഒക്കെ ഉള്ളൊരു വലിയ സമൂഹമാണ്. ആ സമൂഹമാണ് നമ്മൾക്കിന്ന് ഈ കാണുന്ന തരത്തിൽ അനുകരിക്കത്തക്ക തരത്തിൽ പ്രേരണയാകത്തക്ക തരത്തിൽ ആ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയിലൂടെ ലോകമെമ്പാടും ഇന്ന് കാണുന്ന ഗുരുദേവ വിഗ്രഹങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതിനു മുമ്പ് അരൂപ്പുറത്തും ശിവഗിരിയിലും കോലത്തുകരയിലൊക്കെ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യത്തിന് വേണ്ടി ശിവഗിരിയിലും ഭഗവാന്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുകയും ഭഗവാനെ കാണാൻ വരുന്നവർ ഭഗവാന് കാണിക്കായി വയ്ക്കുന്ന എല്ലാ തരത്തിലുള്ള ഉപകാരങ്ങളും ശിവഗിരിയിലും ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ പർണശാലയിലൊക്കെ സമർപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഗുരു സശരീരനായിരിക്കുകയായിരുന്നു. അതേപോലെ അരിപ്പുറത്തും ഗുരു സശരീരനായിരിക്കെ ഫോട്ടോ വയ്ക്കുകയും ആരാധിക്കുകയും അവിടെയും ഭഗവാനെ കാണാൻ ഓരോ ഭക്തൻ്റെയും അവൻ്റെ സങ്കടം ഉണർത്തിക്കാൻ, അവൻ്റെ ആവശ്യങ്ങൾ ഉണർത്തിക്കാൻ ഒക്കെ വരുമ്പോൾ ഭഗവാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ വന്ന് ആരാധിക്കുകയും അവൻ്റെ വിഷമം പറയുകയും അവൻ്റെ സങ്കടങ്ങൾ ഉണർത്തിക്കുകയും ചെയ്യുന്ന ചരിത്ര മുഹൂർത്തങ്ങളൊക്കെ ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ ജീവിച്ചിരിക്കെ തന്നെ ആ ഭഗവാന്റെ ഫോട്ടോയിൽ അനുഗ്രഹം തേടി ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച് ആ ജീവിത വിജയം നേടിയ ഒരു വലിയ സമൂഹം ഇന്നും നമ്മൾക്ക് വലിയ പ്രേരണയായിട്ടുണ്ട്. അതിനെ തുടർന്ന് കോലത്തുകരയിലൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം ഭഗവാനെ ഈശ്വരനായി കണ്ടുകൊണ്ട്, ദൈവമായി കണ്ടുകൊണ്ട്, ആ പരബ്രഹ്മ സ്വരൂപനായി കണ്ടുകൊണ്ട് ആരാധിച്ച് ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ജീവിത വിജയവും ഐശ്വര്യവും അവൻ്റെ ജീവിതം തന്നെ എല്ലാ തരത്തിലുള്ള പുരോഗതിയെ പ്രാപിച്ചതിൻ്റെ പിന്നിലും ഗുരു എന്ന് പറയുന്ന ഒരു വലിയ ഒരു ശക്തിവിശേഷം ഉണ്ട് എന്നുള്ളത് അത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. ഓരോ ഗുരുദേവ ഭക്തൻ്റെയും അനുഭവമാണ്, ജീവിത സാക്ഷ്യമാണ് എന്നുള്ളത് ഓരോരുത്തർക്കും ബോധ്യമാണ്. അടുത്ത കാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ പുരോഗമന ചിന്താഗതിക്കാർ പറയുന്ന ഗുരു ഒരു നവോത്ഥാനദായകനാണ്. ഗുരുവിനെ ക്ഷേത്രങ്ങൾ കെട്ടി, ഗുരുമന്ദിരങ്ങൾ കെട്ടി അതിനകത്ത് വെച്ചിട്ട് പൂജിക്കുകയും അഭിഷേകമൊക്കെ ചെയ്യുന്നത് ഗുരുവിനോട് കാണിക്കുന്ന ഗുരുനിന്ദയാണ്. അത് ചെയ്യാൻ പാടില്ല. അതേപോലെ ഗുരു എന്ന് പറയുന്നൊരു മനുഷ്യനല്ലേ? കുട്ടിയമ്മയുടെയും മാടനാശാൻ്റെയും മകനായിട്ട് ചെമ്പഴന്തിയിൽ ഒരാളിന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ജനിച്ചിട്ട് ലോകരക്ഷാർത്ഥം ഈ സമൂഹത്തിൽ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഇടപെട്ട് അവന് നഷ്ടപ്പെട്ടു പോയ ജീവിത മൂല്യങ്ങളെ പകർന്നു കൊടുത്ത്, അവന് നഷ്ടപ്പെട്ടു പോയ അവൻ്റെ അന്തസ്സിനെ വീണ്ടുകൊടുത്ത്, അതേപോലെ അവന് നഷ്ടപ്പെട്ടു പോയ അഭിമാനത്തെ വീണ്ടുകൊടുത്ത് സമൂഹത്തിൽ ഇന്ന് കാണുന്ന തരത്തിൽ എല്ലാ തരത്തിലുള്ള പുരോഗതിയും എല്ലാ തരത്തിലുള്ള സാംസ്കാരിക മൂല്യങ്ങളെയും ഒക്കെ പകർന്നു കൊടുത്തൊരു പുതിയ മനുഷ്യനായി, മൂല്യബോധമുള്ള മനുഷ്യനായി മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ലോകത്തുമുള്ള എല്ലാ മനുഷ്യർക്കും മാതൃകാപരമായിട്ട് കാണാൻ പറ്റത്തക്ക രീതിയിൽ ഒരു വലിയ മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചത് ഗുരുവായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പുരോഗമന ചിന്താഗതിക്കാരും നിരീശ്വരവാദികളും ഒക്കെ പറയുന്ന ഗുരുവിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ, ഇതൊക്കെ ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ അനീഷ് എന്നെ അടുത്ത കാലത്ത് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത കാലത്ത് വളരെ പ്രചാരം നേടി നമ്മളൊക്കെ ഷെയർ ചെയ്ത് നമ്മളെല്ലാം ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലേ, ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ അത് ചെയ്ത ആളിൻ്റെ ഉദ്ദേശ്യത്തെ നമ്മൾ മാനിക്കുന്നു. എന്ന് വെച്ചാൽ ആളിൻ്റെ ഉദ്ദേശം ഗുരു ഇതൊന്നും അല്ല. ഗുരു ഉദ്ദേശിച്ചത്, ഗുരു വിഭാവനം ചെയ്തത്, ഗുരു ഈ സമൂഹത്തിന് മാതൃക കാട്ടി എന്നുള്ള തരത്തിൽ. പക്ഷേ അവരാരും മനസ്സിലാക്കാതെ പോയ, ചിന്തിക്കാതെ പോയ ഇവിടെ ഒരു വലിയ മനുഷ്യ സമൂഹമുണ്ട്.
മനുഷ്യ സമൂഹമുണ്ട്. ഈ മനുഷ്യ സമൂഹത്തെക്കുറിച്ചോ ഈ മനുഷ്യവർഗത്തെക്കുറിച്ചോ ചരിത്രപരമായോ ജീവശാസ്ത്രപരമായോ ഒരു തരത്തിലും അറിവില്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കാതെ, ചിന്തിക്കാതെ, അറിയാതെ പോയ കാര്യങ്ങൾ. ഗുരുവിനെ ഒരു AI വീഡിയോയിലൂടെ പറയുന്നു, നാം ഒരു ദൈവമല്ല, നമ്മെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് അഭിഷേകം ചെയ്യുന്നു, എന്നെ ആരാധിക്കുന്നു, പൂജിക്കുന്നു, ഇതൊക്കെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തതാണ്, എന്തിനാണ് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ഒരു ആക്ഷേപസ്വരത്തിൽ ഇതൊരു തെറ്റ് എന്നുള്ള തരത്തിൽ വ്യാപകമായിട്ട് ഇന്ന് സമൂഹത്തിൽ പ്രചരിച്ചു വരുന്നു. ഇതൊക്കെ പലതരത്തിലുള്ള രാഷ്ട്രീയ ഉദ്ദേശ്യങ്ങളോടുകൂടിയും അതേപോലെ ഗുരുവിനെ ഹൃദയത്തിൽ ആരാധിച്ച് ഗുരുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ജീവിതത്തിലുടനീളം ഭഗവാന്റെ ആ ആഹാ ബഹുലക്ഷം ആ അങ്ങേ തിരുനാമ വ്യാഹാര ബലത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭഗവാന്റെ ആ നാമസ്മരണത്തിലും ഭഗവാന്റെ ആ ദർശനത്തിൻ്റെ ആ ആഴങ്ങളിലൂടെയുള്ള അന്വേഷണത്തിലൂടെയുമാണ്. അപ്പോൾ അതൊക്കെ എത്രത്തോളം മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ വഴിയും വഴികാട്ടിയുമായിട്ടിരിക്കുന്നു എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ബോധ്യങ്ങളെന്നും ഇല്ലാതെ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്തിടുമ്പോൾ എന്തു ചെയ്യും? നമ്മളിതിനെല്ലാം മൂളിക്കൊണ്ട് നമ്മളെല്ലാവരും ഇതിനെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നമ്മൾ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ഈ പറയുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഭഗവാൻ ഈശ്വരനാണ്, ഭഗവാൻ ദൈവമാണ് എന്നുള്ളത് ഇവിടെ സാധാരണ മനുഷ്യൻ്റെ അനുഭവമാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ നേരിട്ടിട്ടുള്ള എല്ലാ പ്രതിസന്ധികളിലും അവൻ്റെ പ്രാർത്ഥനകളിലും അവൻ്റെ എല്ലായ്പ്പോഴും അവന് കരുതലും കാതലും അഭയവുമായിട്ടിരുന്ന ഭഗവാനാണ് എന്നുള്ളത് ഓരോ ഗുരുദേവ വിശ്വാസികളുടെ അനുഭവമാണ്. ആ അനുഭവത്തിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അവനെങ്ങനെ ചിന്തിക്കണം, അവനെങ്ങനെ ആരാധിക്കണം, അവൻ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ആ ഭക്ത സമൂഹത്തിൻ്റെ നിശ്ചയമാണ്, അവരുടെ ആഗ്രഹമാണ്. അവരുടെ ആരാധന സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാനോ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ കുറ്റം കണ്ടെത്താനോ എന്നുള്ള യാതൊരു റൈറ്റും ആർക്കുമില്ല എന്നുള്ളതാണ് സത്യം. കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഈശ്വരാരാധന തുടങ്ങിയിട്ട് ദൈവികമായിട്ടുള്ള വിശ്വാസങ്ങൾ മുഴുകിയിട്ട് ഇതിനൊക്കെ ചരിത്രപരമായ തെളിവുകളും ചരിത്രപരമായിട്ടുള്ള ഓരോ മനുഷ്യൻ്റെ ജീനുകളിലും അവനിലുള്ള വിശ്വാസവും ജൈവചിന്തകളൊക്കെ വന്നിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി. അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യവർഗത്തെക്കുറിച്ചോ മനുഷ്യൻ്റെ ഉത്പത്തിയെക്കുറിച്ചോ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയോ ആ മനുഷ്യ ചരിത്രത്തെ പറ്റിയോ യാതൊരുവിധ ഗൗരവമില്ലാതെ ചിന്തയുമില്ലാതെ അറിവുമില്ലാതെയാണ് ഇതുപോലുള്ള വീഡിയോകൾ സൃഷ്ടിച്ചു വിടുന്നുള്ളതാണ്. ഇന്ന് ഏതാണ്ട് 3 ലക്ഷം മാത്രം വർഷം പ്രായമുള്ള നമ്മളൊക്കെ പെടുന്ന സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു മനുഷ്യവർഗത്തിൽ പെടുന്നവരാണ് നമ്മൾ. ഇതെന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള മുഹൂർത്തങ്ങളിൽ ഭഗവാന്റെ വാർഷിക ആഘോഷത്തിൽ വരുമ്പോൾ ഒരു ജ്ഞാന ഉത്സവം കൂടിയായിരിക്കണം. നമ്മുടെ അറിവുകളെ മെച്ചപ്പെടുത്തുന്ന ആ അറിവിലൂടെ നമ്മളെ സംസ്കരിച്ച് മാറ്റുന്ന ഒരു പ്രക്രിയയും കൂടെ ഇതുപോലുള്ള ആരാധനയിലൂടെയും അഭിഷേകങ്ങളിലൂടെയും വഴിപാടുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അറിവിലൂടെ നമ്മൾ നവീകരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മളിലേക്കും ഇതുപോലുള്ള വീഡിയോകൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. മനുഷ്യൻ ഈ പറഞ്ഞ പോലെ ഏതാണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യവർക്കും ഏതാണ്ട് 3 ലക്ഷം വർഷം മാത്രമാണ് പ്രായമുള്ളത്. അവൻ ആഫ്രിക്കൻ കാടുകളിൽ നിന്ന് യാത്ര ചെയ്തു തുടങ്ങിയിട്ട് ഏതാണ്ട് 70,000 വർഷങ്ങളാണ് ഇന്ന് ചരിത്രകാരന്മാരും ആന്ത്രോപോളജിസ്റ്റും ഒക്കെ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഈ ഫോസിലുകളൊക്കെ അതിൻ്റെ പഠനങ്ങൾ കാണിക്കുന്നത്, ജനറ്റിക്കലി ഉള്ള പഠനങ്ങൾ കാണിക്കുന്നത്, ചരിത്രപരമായ പഠനങ്ങൾ കാണിക്കുന്നത് ഇത്രയൊക്കെയാണ് ഇന്ന് നിലവിലുള്ള ഡാറ്റാസ് വെച്ചിട്ട്. അപ്പോൾ ഒരു 3 ലക്ഷം വർഷം പഴക്കമുള്ള ഈ മനുഷ്യവർഗത്തിന് ഏതാണ്ട് 70,000 വർഷം മാത്രമേ ആയുള്ളൂ ഇവൻ ആ ആഫ്രിക്കൻ കാടുകളിൽ നിന്ന് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. സഞ്ചരിച്ച് പല സ്ഥലങ്ങളിൽ അവൻ വേട്ടയാടിയും കന്നുകാലികളെ മേച്ചും കൃഷി ചെയ്തൊക്കെ വന്നിട്ട് കുറച്ച് വർഷക്കാലമേ ഈ സ്ഥലങ്ങളിലെല്ലാം മനുഷ്യന് ദൈവവിശ്വാസം തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് 10,000 അല്ലെങ്കിൽ മനുഷ്യനോളം തന്നെ പ്രായമുണ്ട്. അപ്പോഴെന്തുകൊണ്ടാണ് ഓരോ മനുഷ്യനും ജനിച്ചു വീഴുന്ന കുഞ്ഞിൽ പോലും വിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്നു വെച്ചാൽ എല്ലാ മനുഷ്യരും ഇവർ ചിന്തിക്കും പോലെ പുരോഗമനപരമായിട്ടോ ചരിത്രപരമായിട്ടോ അല്ലെങ്കിൽ ഫിസിക്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടോ ഒക്കെ ഉള്ള പഠനങ്ങളൊന്നും എല്ലാവർക്കും സാധ്യമല്ല. സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ഭക്തിയും അവൻ്റെ വിശ്വാസവും കണ്ടുകൂടാത്ത
അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരുവനെ സംബന്ധിച്ച് അവന് വടി എത്രത്തോളം അവന് നടക്കുന്നതിന് മുന്നോട്ടുള്ള അവൻ്റെ യാത്രയിൽ ആ വടി അവൻ എത്രത്തോളം ഉപകാരം ചെയ്യുന്നുവോ, അതേ കണ്ണ് കണ്ടുകൂടാത്തവൻ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് എപ്രകാരം അവൻ്റെ ജീവിതയാത്രയ്ക്ക് എപ്രകാരം അവൻ അവരെ ആശ്രയിക്കുന്നുവോ, അതുപോലെ ഇവിടുത്തെ സാധാരണ ബഹുലക്ഷങ്ങളായിട്ടുള്ള മനുഷ്യർ ഈ പറയുന്ന തരത്തിൽ യുക്തിപൂർവമായിട്ടോ അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി ഒന്നും മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാത്തൊരു വലിയ സമൂഹമുണ്ട് ഇവിടെ. അവരെ സംബന്ധിച്ച് എപ്പോഴും വിശ്വാസവും അവൻ്റെ ഭക്തിയും അവൻ്റെ ഊന്നുവടികളാണ്. അതിനെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ഒന്നും ആർക്കും അറിവുള്ള ബോധമുള്ള മനുഷ്യർ തയ്യാറാകില്ല. എന്ന് വെച്ചാൽ ഈ മനുഷ്യന് ഇതുണ്ടെങ്കിലേ പറ്റൂ. അവൻ മൂല്യബോധത്തോടു കൂടി, സദാചാര ബോധത്തോടു കൂടി, ആത്മവിശ്വാസത്തോടെ, കോൺഫിഡൻസോടു കൂടി ഈ ജീവിതത്തിൽ അവൻ വ്യവഹരിക്കുമ്പോൾ, വ്യാപരിക്കുമ്പോൾ, അവൻ പ്രതിസന്ധിയിൽ നേരിടുമ്പോൾ, അവൻ ജീവിത വിജയം കൈവരിക്കുമ്പോൾ എപ്പോഴും ആ ഭഗവാൻ എന്ന് പറയുന്ന, ദൈവം എന്ന് പറയുന്നൊരു സങ്കല്പം, ആ ഒരു വിശ്വാസം അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോഴങ്ങനെ ഇരിക്കെ ഈ ചരിത്രപരമായിട്ട് മനുഷ്യൻ ഗോത്രങ്ങളായിരുന്ന കാലം തൊട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദൈവങ്ങളെ വിശ്വസിച്ചിരുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു. ഇന്നും നമ്മുടെ മതങ്ങളുടെ ലിസ്റ്റൊക്കെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 6000-ന് മുകളിൽ മതങ്ങളുണ്ട്. ഓരോ മതങ്ങളിലും അവർ ഗോത്രങ്ങളായി തിരിഞ്ഞിരുന്നപ്പോൾ നമ്മൾക്ക് തന്നെ അറിയാം, കേരള ചരിത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുടുംബ ദേവതകളെ ആചരിച്ചിരുന്ന കാലം, അതേപോലെ ഗോത്രങ്ങളിൽ ഓരോ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന, അതിൽ ഭക്തി പ്രകടിപ്പിച്ച, വിശ്വാസം പ്രകടിപ്പിച്ച ഒരു വലിയ സമൂഹം നമ്മുടെ പൂർവികരായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളാണ്. ഇതേപോലെ അനേക ദൈവ വിശ്വാസങ്ങൾ പിൽക്കാലത്ത് ജൂതന്മാർക്കൊക്കെ ശേഷം അതൊരു എന്താണ് ഏകദൈവ വിശ്വാസത്തിലേക്ക് വരുന്നു. അതൊക്കെ അടുത്ത കാലത്ത് 1500-2000 വർഷം കാലം മാത്രമേ ഉള്ളൂ. ഇസ്ലാം മതം, സെമിറ്റിക് മതങ്ങളായ ഇസ്ലാം മതവും ക്രിസ്തു മതവും ഒക്കെ പോലെ അതൊരു ഏകദൈവ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഇതൊക്കെ മനുഷ്യനെ സാമ്രാജ്യപരമായിട്ട് ഒരു വലിയ കൂട്ടായ്മയിലൂടെ ഒരു ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ഇതൊക്കെ ചരിത്രങ്ങളാണ്. പക്ഷേ ഇന്ത്യയിൽ ഇന്നും മനുഷ്യർ അനേക ദൈവ വിശ്വാസികളാണ്. ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ എല്ലാവരെയും, എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്നവരാണ്. അവർ കുടുംബ ദൈവങ്ങളെ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ, ഗുരുക്കന്മാരെയൊക്കെ ആരാധിക്കുകയും വിശ്വസിക്കുകയും എല്ലാം അതിൽ മുഴുകി അവരുടെ ജീവിതം കൈവരിച്ചവരാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എല്ലാ ദൈവങ്ങൾക്കും അപ്പുറമായിട്ട് നമ്മൾ ഗുരു ബ്രഹ്മാവാണ്, വിഷ്ണുവാണ്, മഹേശ്വരനാണ്, ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ മുകളിൽ അവനെ നേരാൻ വഴി കാട്ടുന്ന, അവൻ ചിന്തിക്കുമ്പോൾ ആരായികിൽ അന്ധത്വമൊഴിക്കുന്ന, അവൻ്റെ അറിവില്ലായ്മയെ മാറ്റുന്ന, ആ നേരാൻ വഴി കാട്ടുന്ന ഒരേ ഒരാളാണ് ഗുരു എന്ന് പറയുന്നത്. അവൻ്റെ ജീവിതത്തിൽ അവൻ എവിടെയൊക്കെ പ്രതിസന്ധി നേരിട്ടാലും, അവൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ അവൻ വിഷമഘട്ടങ്ങളിൽ കടന്നാലും, അവൻ എവിടെയൊക്കെ അവൻ്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ നിറവേറ്റാതെ പോയാലും അതിലേക്കൊക്കെ അവനെ താങ്ങും തണലുമായിട്ട് അതിന് ശക്തിയെ പ്രദാനം ചെയ്യുന്ന ഒരു വലിയ പ്രകാശ സ്വരൂപമായിട്ട് ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളത് ഒരു നിത്യസത്യമാണ്. സാധാരണ മനുഷ്യൻ്റെ ജീവിത അനുഭവമാണ്. അപ്പോൾ ഇതേപോലെ മനുഷ്യർ ആരാധിച്ച് വന്നിരുന്നൊരു വലിയ സമൂഹത്തിൻ്റെ ഇടയിലാണ് ഇതുപോലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്ത് വിടുന്നതെന്നുള്ളതാണ് വാസ്തവം. ഇതിലൂടെ നമ്മൾ ഗുരുവിനെ മനസ്സിലാക്കുന്ന, ഗുരുവിൻ്റെ ജീവിതത്തെയും ആ ഗുരുവിൻ്റെ ദൈവികതയും ഒക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മളെല്ലാവരും ഇതുപോലെ വന്നിരുന്ന് വെറുതെ പോയാൽ പോരെ. ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമ്മൾ മറുപടി കൊടുക്കാൻ, അതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കാനുള്ള ശേഷി നമ്മൾക്കുണ്ടാകണം, അല്ലേ? ഇന്നിപ്പോഴും നമ്മളൊരു ചരിത്ര അന്വേഷകനെ പോലെ, സാമൂഹ്യ നിരീക്ഷകനെ പോലെ, അല്ലെങ്കിൽ ഗുരുദർശനത്തിൻ്റെ ആഴങ്ങളിൽ മുങ്ങിത്തപ്പുമ്പോൾ, ഗുരുദൈവ കൃതികളുടെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ജീവചരിത്രത്തിലൂടെ ഉടനീളം പോകുമ്പോൾ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ സമകാലത്തുണ്ടായിരുന്ന ഗൃഹസ്ഥ സന്യാസ ശിഷ്യന്മാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ആ ഭഗവാന്റെ ഈശ്വരതയെ, ആ ദൈവികതയൊക്കെ മനസ്സിലാക്കുന്നത് 2-3 മാനദണ്ഡങ്ങളിലൂടെയാണ്, അല്ലേ? ഒന്ന് ചരിത്രപരമായ വസ്തുതകളിലൂടെ, പ്രവൃത്തികളിലൂടെ, ഗുരുവിൻ്റെ ജീവിതത്തിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കും ഗുരു ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു. ഒന്ന് ഗുരുവിൻ്റെ ശിഷ്യന്മാർ, ഗൃഹസ്ഥ സന്യാസി ശിഷ്യന്മാർ ഗുരുവിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന
ഗുരുവിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന അവരുടെ ജീവിതത്തിലൂടെയും അവരുടെ മൊഴികളിലൂടെയും അവർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മളൊന്ന് ഗുരുവിനെ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ, പ്രാചീന ഗ്രന്ഥങ്ങളിൽ, ഉപനിഷത്തുകളിൽ ഒക്കെ ഗുരു എന്ന് പറയുന്ന ആ മഹാവെളിച്ചത്തെ, അവിടെ എങ്ങനെയാണ് ഗുരു ദൈവമാകും, ഗുരു സാക്ഷാത് പരബ്രഹ്മമാകുന്നെന്നുള്ള ശാസ്ത്രീയപരമായ ഋഷീശ്വരന്മാരുടെ വചസ്സുകളിലൂടെ, അവരുടെയൊക്കെ അഭിപ്രായങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇതിനൊക്കെ അപ്പുറം മൂന്നാമതായി നിൽക്കുന്ന ഗുരുവിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഗുരുവിൻ്റെ കൃതികളിലൂടെ, ആത്മവിലാസത്തിലൂടെയും നിത്യപ്രാർത്ഥനകളിലൂടെയും ആത്മോപദേശ ശതകങ്ങളിലൂടെയൊക്കെ കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഗുരു സ്വരൂപം എന്താണ്. ഇതൊക്കെ ഗുരുവിൻ്റെ അനുഭവമാണ്. ഗുരു നമ്മൾക്ക് പ്രകടമാക്കി തന്ന ആ വരികളിലൂടെ ഗുരു ആരായിരുന്നു, എന്തായിരുന്നു, ഗുരുവിൻ്റെ അനുഭവം എന്തായിരുന്നു, ആ ദിവ്യത്വം എന്താണെന്നുള്ളത് ഈ ഗുരുദേവ കൃതികളിലൂടെ നമ്മൾക്ക് മനസ്സിലാകും, അല്ലേ? അതേപോലെ ഗുരുവിനെ നമ്മൾക്ക് വരദാനമായി തന്ന, നമ്മൾക്ക് എല്ലാമായി തന്ന ഗുരുവിൻ്റെ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും അഭിപ്രായത്തിലൂടെയാണ്, അവരുടെ അനുഭവത്തിലൂടെയാണ്, അവരുടെ വെളിപ്പെടുത്തലിലൂടെയാണ്. നമ്മൾ ഗുരുവിനെ നമ്മളിപ്പോൾ അഭിഷേകം ചെയ്തു, ആരതി ഒഴിഞ്ഞു, ഗുരുവിന് ചിലപ്പോൾ പുഷ്പാഭിഷേകം ചെയ്യും. ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വിശ്വാസവും സ്വാതന്ത്ര്യവും അവൻ്റെ എല്ലാമായിരിക്കുന്ന ഗുരുവിനോട് കാണിക്കുന്ന ആദരവും കടപ്പാടും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കാൻ അതിനാർക്കും ചോദ്യം ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള അവകാശമില്ല. എന്തുകൊണ്ടെന്നുള്ള ഇതിനും ചരിത്രപരമായ ഉത്തരവുമുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 3-4 രീതികളിൽ നമ്മൾ ഇതിനെ പരിശോധിക്കുമ്പോഴും ഗുരു എന്തുകൊണ്ട് ഈ സാധാരണക്കാർക്ക്, ഇവിടുത്തെ ബഹിഷ്കരിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, നിരക്ഷരരാക്കപ്പെട്ട, നിരാലംബരായ ഒരു വലിയ മനുഷ്യ സമൂഹത്തിന് ഭഗവാൻ ഈശ്വരനായി മാറിയതിൻ്റെ പിന്നിലെ ചരിത്രം, ആ ഭഗവാൻ അവന് ജീവിത വെളിച്ചമായതിൻ്റെ പിന്നിലെ ചരിത്രം, ഭഗവാൻ അവൻ്റെ ജീവിത വിജയത്തിന് താങ്ങും തണലായതിൻ്റെ പിന്നിലെ ചരിത്രമുണ്ട്. സാധാരണ ഒരു 100 വർഷം മുമ്പ് കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും മകനായിട്ട് ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിൽ ഒരു കുട്ടി ജനിക്കുകയാണല്ലേ. പറയുന്നതിൽ ഗൗരവം വേണം, ശ്രദ്ധ വേണം, ഭക്തി വേണം. ആ കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും മകനായിട്ട് നമ്മുടെ മൂർക്കോത്തുകുമാരനും നമ്മുടെ ചരിത്രകാരന്മാരൊക്കെ പറയും പോലെ അവിടെ നിന്നൊരു വലിയ സൂര്യജ്യോതിസാണ് തെളിഞ്ഞത്, അല്ലേ? സാധാരണ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു ഭഗവാന്റെ അവധൂത കാലഘട്ടം കഴിഞ്ഞ് മരുത്വാമലയിൽ പോയി ആ സത്യവസ്തുവിനെ സാക്ഷാത്കരിച്ചതിന് ശേഷമാണ് ഭഗവാൻ ബ്രഹ്മവിദ് ബ്രഹ്മണിസ്ഥിത എന്ന് പറയുന്ന ആ ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയായി മാറി എന്നുള്ള ആ ഒരു കാര്യമൊക്കെ നമ്മൾ പ്രഭാഷകരൊക്കെ പറയും. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മറന്നു പോകുന്ന, ചിന്തിക്കാതെ പോകുന്ന ഗുരുവിൻ്റെ ജീവിത ചരിത്രത്തിൽ, ആ ജീവിതചര്യകളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ്. ഗുരു കുട്ടിയായിരിക്കുമ്പോൾ ഗുരുവിൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു മരണം നമ്മളെല്ലാവരും വായിച്ചു കാണും, അല്ലേ? വീട്ടിൽ നടന്ന ഒരു മരണം, ആ മരണത്തെ തുടർന്ന് ഗുരു കുറ്റിക്കാടിൽ പോയി ഒളിച്ചിരിക്കുന്ന സമയം, ഇതൊക്കെ നമ്മുടെ പ്രഭാഷകർ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലേ? അന്ന് കുട്ടിയായിരിക്കുന്ന നാണു, നമ്മളും കുട്ടിയായിട്ട് വളർന്ന് വലിയ ആളുകളായിട്ടുള്ളവരാണ് നമ്മളും. പക്ഷേ ആ വീട്ടിൽ നടന്ന, അവിചാരിതമായി നടന്ന, അപ്രതീക്ഷിതമായി നടന്ന ഒരു മരണത്തിൽ ആ വീട്ടിലുള്ള എല്ലാവരും സങ്കടപ്പെട്ടപ്പോൾ, കരഞ്ഞപ്പോൾ, അവരുടെ ഖേദം രേഖപ്പെടുത്തിയപ്പോൾ, തുടർന്ന് അവർ അതിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ആർത്തുല്ലസിച്ചപ്പോൾ, ഒരു നിമിഷം ജീവിതത്തിൻ്റെ അവനിൽ വന്നു ചേരുന്ന ആ മരണ ഭയത്തിൽ വിഷമിച്ച് ആകുലതരായി ഭയപ്പെട്ടിരുന്ന മനുഷ്യർ അടുത്ത ദിവസം അത് വിസ്മരിച്ചിട്ട് വീണ്ടും ആർത്തുല്ലസിച്ചപ്പോൾ കുട്ടിയായിരുന്ന ആണുവിൽ ഉണ്ടായ ചിന്തകൾ അത് സാധാരണമല്ല. നമ്മളും കുട്ടിയായിരിക്കുമ്പോഴും നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരങ്ങളിൽ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ചിന്തകൾ, ജീവിത യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള, ജീവിതത്തിൻ്റെ അനശ്വരതയെക്കുറിച്ചുള്ള
ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത ആ കുട്ടിക്കാടിൽ ഭയപ്പെട്ടു പോയിരുന്ന് കരഞ്ഞതല്ല. അല്ലെങ്കിൽ ഇവർ മരണത്തിന് ചിരിച്ചും കരഞ്ഞു നിന്ന മനുഷ്യനെ ഓർത്ത് മുഴുകിയതല്ല. അവിടെ പോയിട്ട് ജീവിതത്തിൻ്റെ ഓരോ മനുഷ്യൻ്റെയും ജീവിത സാഫല്യത്തിൻ്റെ ലക്ഷ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് ആ ചിന്താകുലനാകുന്ന ഗുരുവിനെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. കുട്ടിയായിരിക്കെ നമ്മൾക്കൊരിക്കലും സാധ്യമാകാത്ത, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യം പോലും വളരെ കുഞ്ഞായിരിക്കുമ്പോൾ പോലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നോക്കിക്കണ്ടിട്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ക്ഷണികത, അവൻ്റെ ജീവിതത്തെ എപ്രകാരം അനശ്വരമാക്കാം, അവൻ്റെ ജീവിതത്തെ എപ്രകാരം ആ ജീവിത സാഫല്യത്തിലേക്ക്, ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കാം എന്നുള്ള ചിന്തകൾ ചെറുതിലെ തന്നെ, കുട്ടിയായിരിക്കെ തന്നെ ഗുരുവിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ തത്വനിശ്ചയത്തിൻ്റെ പരമകാഷ്ഠയിൽ ഭഗവാനെ നേദിക്കാൻ കൊണ്ടുവച്ചിരുന്ന, അല്ലേ, അവിലും മലരും വെച്ച, പഴം വെച്ച, ആ ഭഗവാനെ നേദിക്കാൻ വെച്ച പ്രസാദം എടുത്തു കഴിച്ചപ്പോൾ അമ്മയുടെ ചോദ്യത്തിന് എന്താ പറഞ്ഞേ? ഇത് ഞാൻ കഴിച്ചാൽ ഭഗവാൻ കഴിച്ചതുപോലെ തന്നെയാണ്, നാം പ്രസാദിച്ചാൽ, ഞാൻ സന്തോഷിച്ചാൽ അത് ഭഗവാൻ പ്രസാദിച്ചതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ, അല്ലേ, എന്ന് പറയുമ്പോൾ ആ ഭഗവാന്റെ ആ ഈശ്വരീയതയെ, ആ ഭഗവാന്റെ ദൈവികതയെ ആദ്യം നുകർന്നത്, ആദ്യം മനസ്സിലാക്കിയത് ആരായിരുന്നു? ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. കുട്ടിയമ്മയായിരുന്നു. ആ ഭഗവാനിലെ ഈശ്വരീയതയെ, ആ ഭഗവാനിലെ അസാധാരണത്വത്തെ, ആ ഭഗവാന്റെ ദൈവികതയെ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് കുട്ടിയമ്മയായിരുന്നു, ആ അമ്മയായിരുന്നു. അമ്മയുടെ സ്നേഹവും, ആ അമ്മയുടെ സ്നേഹവും ത്യാഗവും ഈ ലോകത്തിന് നൽകിയ വലിയ സംഭാവനയായിരുന്നു ആ നാണു എന്ന് പറയുന്ന, ഇന്ന് ലോകത്തിന് തന്നെ വെളിച്ചമായിട്ടിരിക്കുന്ന മഹാഗുരു. ആ അമ്മയുടെ സ്വാർത്ഥത കൊണ്ട്, ആ അമ്മയുടെ വാത്സല്യം കൊണ്ട് എപ്പോഴെങ്കിലും ആ കുഞ്ഞു നാണുവിനെ ആ ചെമ്പഴന്തി കുടുംബത്തിൽ ഒതുക്കിയിരുന്നു എങ്കിൽ ഇന്ന് ലോകത്തിന് മാതൃകയായ ആ മഹാഗുരുവിനെ നമ്മൾ കിട്ടാതെ പോയേനെ. ആ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ത്യാഗവും, നമ്മളെല്ലാവരും അമ്മമാരാണല്ലേ. നമ്മുടെ മക്കളെ സമൂഹ നന്മയ്ക്കായിട്ട്, സമൂഹത്തിൻ്റെ ഉദ്ധരണത്തിന് വേണ്ടി ഈ കഷ്ടപ്പെടുന്ന ഈ ബഹുലക്ഷങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരെ എല്ലാ തരത്തിലുള്ള ആത്മീയമായും ഭൗതികമായും സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വെളിച്ചമായിട്ട് ഗുരുവിനെ വിട്ടു തന്നത് ആ അമ്മയുടെ ത്യാഗമാണ്. ആ ത്യാഗത്തിൻ്റെ പിന്നിൽ വലിയൊരു തിരിച്ചറിവുണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മൾക്ക് വേണം, അല്ലേ. നമ്മൾ വിശുദ്ധ മറിയത്തിനെ, മാതാവിനെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. വിശുദ്ധ മാതാവിനെ നമ്മൾക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഇഷ്ടമാവുന്നേ? ക്രിസ്തുവിൻ്റെ ആ ഈശ്വരീയതയെ, ദൈവികതയെ ആ കല്യാണ വീട്ടിൽ ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ മുഹൂർത്തത്തിൽ ആ ഈശ്വരീയതയെ, ദൈവികതയെ, ആ ഈശ്വരീയ മഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞത് മറിയമായിരുന്നു, അല്ലേ. ആ മറിയം ഇതുപോലുള്ളൊരു വലിയ ത്യാഗം ചെയ്തതിൻ്റെ പേരിലാണ് ആ മറിയം വിശുദ്ധ മാതാവായി മാറിയത്. ആ ദൈവപുത്രനെ ഈ ലോകരക്ഷാർത്ഥം നമ്മൾക്ക് തന്നപ്പോൾ ആ വിശുദ്ധ മാതാവ്, ആ മറിയം, ആ മാതാവും ദൈവമായി മാറി. പക്ഷേ ഈ ലോകരക്ഷാർത്ഥം ആ ഭഗവാനെ, ആ കുഞ്ഞു നാണുവിനെ നമ്മൾക്ക് വിട്ടു നിന്നപ്പോൾ നമ്മൾ മാത്രം നമ്മുടെ കുട്ടിയമ്മയെ മറന്നുപോയി. ആ കുട്ടിയമ്മയുടെ ജീവിത ത്യാഗത്തെ മറന്നുപോയി. ആ കുട്ടിയമ്മയ്ക്ക് ഈ സമൂഹത്തിനോടുണ്ടായിരുന്ന സ്നേഹവും പ്രതിബദ്ധതയും കരുതലും നമ്മൾ വിട്ടുപോയി. നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയി, മനസ്സിലാക്കാതെ പോയി. ഇതുപോലെ വാഴ്ത്തപ്പെടേണ്ട ഒരു വലിയ അമ്മയായിരുന്നു അത്. ഒരു മാതൃവാത്സല്യത്തിൻ്റെ, ഒരു മാതൃകാപരമായ ഒരു വലിയ മാതൃകയായിരുന്നു നമ്മൾക്ക് കുട്ടിയമ്മ. പക്ഷേ നമ്മൾ കുട്ടിയമ്മയെ വിസ്മരിച്ചു. ചരിത്രത്തിൽ നിന്ന് വിസ്മരിച്ചു, നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിസ്മരിച്ചു. നമ്മൾ മാതൃകയാകേണ്ട അമ്മമാർ ആ കുട്ടിയമ്മയെ വിസ്മരിച്ചു. എന്തുകൊണ്ട്? ആ ഗുരുവിൻ്റെ ഈശ്വരീയതയെ, അല്ലെ ഗുരുവിൻ്റെ ദൈവികതയെ, ഗുരുവിൻ്റെ ഈശ്വരീയ മാഹാത്മ്യത്തെ നുകർന്ന, അനുഭവിച്ച, സാക്ഷ്യം വഹിച്ച ആ കുട്ടിയമ്മയെ നമ്മൾ മറന്നുപോയി. അപ്പുറത്തെ വീട്ടിലെ
തൻ്റെ കൂട്ടുകാരൻ്റെ അരിക്കലം തിളച്ചു മറിഞ്ഞപ്പോൾ അത് തൻ്റെ ദുഃഖമായതിൻ്റെ പിന്നിൽ ഗുരുവിൻ്റെ ആ ഒരു സത്യനിശ്ചയത്തെ തന്നിൽ നിന്ന് അന്യമല്ല എന്ന് കാണുന്ന സർവവും എന്നുള്ള ആ ഒരു വലിയ സത്യനിശ്ചയത്തിൻ്റെ പ്രതി തൻ്റെ വീട്ടിലെ അയൽക്കാരനായിട്ടുള്ള, തൻ്റെ തന്നെ സുഹൃത്തായിട്ടുള്ള, തൻ്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ആ കുഞ്ഞു കൂട്ടുകാരൻ്റെ അച്ഛനും അമ്മയും അവിടെ വെന്തുമറിയുന്ന അരിക്കലത്തിൽ അത് നഷ്ടപ്പെട്ടു പോയാൽ അവർ പട്ടിണിയാകും, അവർക്ക് വിഷമമാവും, അവർക്ക് സങ്കടമാകും. അവരുടെ ശരീരത്തിൻ്റെ വേദന ആ കുഞ്ഞു നാണുവിന് തൻ്റെ വേദനയായി മാറി. അത് തന്നിൽ നിന്ന് അന്യമല്ലാതെ കാണുന്നു സർവവും എന്നുള്ള ആ ഒരു തത്വനിശ്ചയമില്ലാത്ത ഒരാൾക്കുണ്ടാവോ? സഹാനുഭൂതി എന്ന് പറയുന്ന, അനുകമ്പ എന്ന് പറയുന്ന ആ ഈശ്വരീയ മഹിമ ഇതുപോലെ വാർന്നൊഴുകാത്ത ഒരു കുട്ടിക്ക് പറയാൻ പറ്റുമോ? ഇവിടെയാണ് ഗുരുവിൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആ ഗുരുവിലെ ഈശ്വരീയതയും ഈശ്വരീയ മഹാത്മ്യത്തെയും ദൈവികതയും ഒക്കെ തിരിച്ചറിഞ്ഞ ചരിത്ര സംഭവങ്ങളുണ്ട്. ആരും അടുക്കാതെ എന്ന ആ സ്വന്തം സുഹൃത്തിനെ, കൂട്ടുകാരനെ വാരണപ്പള്ളിയിൽ പകർച്ചവ്യാധി എന്ന് പറയുന്ന വസൂരി രോഗം പോലുള്ള മാരക രോഗം പിടിച്ചു കിടന്നപ്പോഴും തൻ്റെ സാന്നിധ്യം കൊണ്ട്, തൻ്റെ ഈശ്വരീയമായ മഹിമകൾ കൊണ്ട്, തൻ്റെ അഗാധമായ ദീനാനുകമ്പയും സ്നേഹവും കൊണ്ട് ആ രോഗത്തെ പോലും മാറ്റിക്കൊണ്ടുവരുന്ന നാണുവിനെ നമ്മൾ കാണും അല്ലേ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആ ഈശ്വരീയ മഹിമകൾ ഉണ്ടായിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നതിൻ്റെ താല്പര്യം. അല്ലാതെ മരുത്വാമലയിൽ പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച അല്ലെങ്കിൽ ഉണ്ടായ ഒരു ദിവ്യതയോ അല്ലെങ്കിൽ ആ ജ്ഞാന ഇതിനെല്ലാം വേണം. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആ ജ്ഞാന നിശ്ചയം, തത്വനിശ്ചയം ഗുരുവിലുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ ഒരു വലിയ വെളിപ്പെടുത്തലായിരുന്നു ശ്രീകൃഷ്ണ ദർശനം പോലുള്ള കൃതിയിലൂടെ നമ്മൾക്ക് പകർന്നു നൽകിയല്ലേ? ഭൂയോ വൃത്തി നിവർത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ദീപപ്രഭ കായാമ്പൂവിൻ അല്ലേ മണിർമേലി കൗസ്തവമണി ഗ്രീവന്റെ ദിവ്യ ഉത്സവം എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ ശ്രീകൃഷ്ണനെ ചൊല്ലിയുള്ള ഒരു സ്തുതിയല്ല. ഇത് ഭഗവാന്റെ തന്നെ അനുഭവമാണ്. ഭഗവാന്റെ തന്നെ സാക്ഷാത്കാരത്തിൻ്റെ അനുഭൂതിയുടെ ഒരു പ്രകടീഭാവമായിരുന്നു. അവൻ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ തരത്തിലുള്ള ഈ പറയുന്ന വ്യാവഹാരികമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഭൂയോ വൃത്തി, വീണ്ടും വീണ്ടും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ വൃത്തി നിവർത്തിയായി. എവിടെയാ നിവൃത്തി? ആ സത്തിൽ, അത് തിരോഭൂതമായി തൻ്റെ എല്ലാ അനുഭവങ്ങളും കെട്ടടങ്ങിയിട്ട് പീയൂഷധ്വനിയെ, അമൃതത്വത്തെ നൽകുന്ന ആ ദീപപ്രഭയോടുകൂടിയ ഒരു 10,000 ആതിഥേയർ ഒന്നായി വരുന്നത് പോലുള്ള ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന അനുഭൂതി രസത്തെ പ്രകടിപ്പിക്കുകയായിരുന്നു വാരണപ്പള്ളിയിൽ പഠിക്കുമ്പോൾ നാണു ചെയ്തത്. ആ കായാവിൻ്റെ മലർമേനി കൗസ്തുഭമണിഞ്ഞു വരുന്ന ഒരു വലിയ ദിവ്യോത്സവമായിട്ടുള്ള ആനന്ദത്തിൻ്റെ അനുഭവമായിരുന്നു അതിലൂടെ ഗുരു പ്രകടിപ്പിച്ചത്, അനുഭവിച്ചത്. അപ്പോഴൊക്കെ ഗുരുവിലെ ഈശ്വരീയതയും ഗുരുവിൻ്റെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ നിറവും ഗുരുവിൻ്റെ ഈ ഒരു കൃതിയിലൂടെ നമ്മൾക്ക് മനസ്സിലാവും. ഈ കൃതിയിലൂടെ ഗുരു എഴുതി വച്ചിരിക്കുകയാണ്. ഗുരു അനുഭവിച്ച ആ ഈശ്വരീയമായ ആ അനുഭൂതിയെ ഗുരുവിൻ്റെ കൃതികളിലൂടെ, സമാധി എന്ന് പറയുന്ന ആ അനുഭവത്തെ ഗുരു എഴുതി വച്ചിരിക്കുകയാണ്. തുടർന്നാണ് പിൽക്കാലത്ത് അവധൂതനായിട്ട് മരുത്വമലയിൽ പോകുന്നതും അതിനെ തുടർന്ന് സുബ്രഹ്മണ്യ കീർത്തനം പോലെയുള്ള കൃതിയിലൂടെ പറയുന്ന തട്ടി പെരുവെളിയതിലാക്കിയിടാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ച് മധുരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീക്രം നദിയിൽ മുഴുകുവാൻ നേരമായി എന്ന് പറയുന്ന യോഗവാസിഷ്ടത്തിൽ ചർച്ച ചെയ്യുന്ന സപ്തഭൂമിക എന്ന് പറയുന്ന ബ്രഹ്മവിദ് വരൻ വരിയാൻ വരിഷ്ഠൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥകളിലേറാതെ ആ ആനന്ദത്തിൽ ആത്മനിവൃത്തിയിലിരുന്നിട്ട് ആ ഭഗവാന്റെ ജീവിത ഉദ്ദേശ്യത്തെ, ഇവിടുത്തെ സാധാരണ മനുഷ്യർ മധുരയേത് കുടിച്ച് കിടക്കുന്നു, നിരക്ഷരായി കിടക്കുന്നു,
നൂറ്റാണ്ടുകളായി ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും അവകാശവും അടിമകളെപ്പോലെ അന്തസ്സില്ലാതെ കിടന്ന മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരണമെന്നുള്ള വലിയ എന്താണ് മോഹാകുലരായി കിടക്കുന്ന ഈ ബഹുലക്ഷങ്ങളെ സ്നേഹമാകുന്ന ആശു അല്ലേ, അതിലൂടെ കെട്ടിയിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ആ മരുത്വമലയിൽ ഇറങ്ങി വരുന്നതാണ് നമ്മളെല്ലാവരും കെട്ടുപിടിക്കുന്നുണ്ട്. അവിടെയും പറഞ്ഞു, സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു, തട്ടിത്തട്ടി പെരുവെളിയിൽ അതിലാക്കിയിടാൻ പിന്നെ ആട്ടെ. ഇതൊക്കെ പറയുമ്പോൾ ഇതിലൂടെയൊക്കെ ഭഗവാന്റെ ആ ആന്തരികമായി താൻ സാക്ഷാത്കരിച്ച, താൻ അനുഭവിച്ച അനുഭൂതികളെ എഴുതി വെക്കുകയാണ്, അല്ലെങ്കിൽ ശിഷ്യന്മാരിലൂടെ പറഞ്ഞു കൊടുത്തവർ സ്റ്റേറ്റ്മെന്റുകളാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഗുരുവിൻ്റെ ആത്മാനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അണുവും അഖണ്ഡവും അതങ്ങ് ചേരുന്ന മുഹൂർത്തമുണ്ട്. അത് ഇവിടെ എന്താ പറ്റും? അത് അനുഭവിയാതറിവിയില്ല. ആത്മോപദേശ ശതകത്തിൽ ഇതുപോലുള്ള സമാധി പ്രക്രിയ എന്ന് പറയുന്ന വേദാന്ത ശാസ്ത്രങ്ങളിൽ, യോഗ വേദാന്തം എന്ന് പറയുന്ന ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുന്ന ആ സമാധി അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ധ്വനിമയമായി ഗഹനം ജ്വലിക്കും, അന്നാൾ അണയും അനേക ഈ വികല്പമായ ദൃശ്യജാലങ്ങളെല്ലാം അണയും. അവിടെ എല്ലാ തരത്തിലുള്ള ത്രിപുടിക്കും പൂർത്തി നൽകും. സ്വനവും ഇടങ്ങും, സ്വനവും അടങ്ങും അസ്വയം പ്രകാശം എന്ന് ഭഗവാൻ പറയുമ്പോൾ ഭഗവാന്റെ അനുഭൂതിയായിരുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെ പല സ്ഥലങ്ങളിൽ ഭഗവാൻ പ്രകടിപ്പിച്ചു തൻ്റെ ഈശ്വരീയതയെ. ഇതൊക്കെ ചരിത്രകാരന്മാർ, ഗുരുവിനോടൊപ്പം നടന്ന ശിഷ്യന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വസ്തുതകളാണ്. വീണ്ടും പറയുന്ന ഗദ്യപ്രാർത്ഥനയിൽ നാം ഈ ശരീരമല്ല, നാം അറിവാകുന്നു. ഈ ശരീരമുണ്ടാകുന്നതിന് മുൻപിലും നാം അറിവായി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, ഇനിയും നാം അറിവായി തന്നെ ഇവിടെ പ്രകാശിക്കും എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഗുരു എന്നെ നമ്മളോട് വിളിച്ചു പറയുകയാണ്. നാം ആ അറിവ് തന്നെയാണ്. അതൊരു സത്യബോധത്തിൽ, തത്വനിശ്ചയത്തിൽ പറയുകയാണ് അല്ലേ. അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീലാദിമമായൊരു ആത്മരൂപം. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നെ അറിവും ഒരാദിമഹസ്സു മാത്രമാകും. വിരളത വിട്ട് വിളങ്ങും ആ മഹത്താം അറിവിൽ അമർന്ന് അതുമാത്രമായിടേണം. ഗുരു തന്നെ ആ തത്വത്തെ മനസ്സിലാക്കിയിട്ട് സർവവും വെറുതെ എഴുതി വെക്കുകയല്ല, തന്നിൽ നിന്ന് അന്യമല്ലാതെ കാണണം, എല്ലാത്തിനെയും വെറുതെ പറയുകയല്ല, സ്വയം അനുഭവിച്ചിട്ട് സ്വയം മനസ്സിലാക്കിയിട്ട് ഈ സമൂഹത്തിൽ ജീവിച്ച് കാണിച്ചു തരികയാണ് അല്ലേ. നരരൂപമെടുത്തൊരു പരമാത്മ സ്വരൂപനാം ആ ഗുരുവിനെ ആശാൻ പാടുമ്പോഴല്ലേ, ആ നരരൂപമെടുത്ത് നമ്മളെ മുന്നിൽ വന്നിട്ട് നമ്മൾക്ക് മാതൃകയായി കാട്ടിത്തരികയാണ് ഭഗവാൻ തന്നെ വന്നിട്ട്. അപ്പോഴാണ് നമ്മളെല്ലാം പറയുന്ന ഭഗവാനെ ഇതുപോലെ ആരാധിക്കാൻ പാടില്ല, ഭഗവാൻ ദൈവമല്ല, ഭഗവാൻ ഒരു നവോത്ഥാന നായകനും ചരിത്ര പുരുഷനുമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെ പറയുന്നു, കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും നാവില്ലാതെ രുചിക്കുകയും തൊക്കില്ലാതെ സ്പർശിക്കുകയും ചെയ്യുന്ന ഞാൻ ചിത് പുരുഷനാകുന്നു. ആ ചിത്പുരുഷനായ ചൈതന്യ സ്വരൂപനായ ആ മഹാപൊരുളിൻ്റെ പ്രതിപുരുഷനാകുന്നു നാം എന്ന് ഗുരു പറയുകയാണ് ആത്മവിലാസത്തിൽ അല്ലേ. നാമും ദൈവവും ഒന്നായി എന്ന് ആത്മവിലാസത്തിൽ പറയുന്നു. ജഡ ചിന്തകത്തിൽ പറയുന്നു. ഇതിലൂടെ എല്ലാം ഗുരു തന്നെ തൻ്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കുണ്ടലിനി പാട്ട് പറഞ്ഞു, ഓമെന്ന് തൊട്ട് 1 കോടി മന്ത്രപ്പൊരുൾ നാം എന്നറിഞ്ഞുകൊണ്ട് ആട് പാമ്പേ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ തന്നെ സ്വരൂപത്തിലാണ് ഇന്ന് ഏതെങ്കിലും തരത്തിൽ, അത് കൃഷ്ണനെന്നോ ഈ പറയുന്ന ഏതെങ്കിലും ദൈവാരാധനയിൽ, ശിവനെന്നോ വിഷ്ണുവെന്നോ ഏത് തരത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം അവരുടെ എല്ലാ നാമത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത് അറിയുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മളോട് പറയുന്നു.
നമ്മൾ വിളിച്ചു പറയുന്നു. ഭഗവാന്റെ അനുഭവമാണ്, ഭഗവാന്റെ ഉപദേശങ്ങളിലൂടെയും പല തലങ്ങളിലും നമ്മളെ വെളിപ്പെടുത്തുകയാണ്. അതേപോലെ ഗുരുവിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന, ഗുരുവിൻ്റെ സ്വരൂപത്തെ മനസ്സിലാക്കിയ ശിവലിംഗദാസ് സ്വാമി, ആ ബ്രഹ്മത്തിൻ്റെ മൂർത്തിമത് രൂപമാണ് ഭഗവാൻ. ആശ്രയിക്കുന്നവർക്ക് സിദ്ധാനാം ശുദ്ധിഹേതവേ, ജീവിത വിശുദ്ധിയെ പ്രദാനം ചെയ്യുന്ന ആ ബ്രഹ്മസ്വരൂപമാണ്. ആ ഗുരുഷർക്കത്തിലൂടെ അത് ശിവന്റെ തന്നെ മംഗളസ്വരൂപനായ ശിവൻ തന്നെയാണ് എന്ന് ശിവലിംഗദാസ് സ്വാമികൾ ആ ഭഗവാന്റെ മഹിമകൾ രേഖപ്പെടുത്തുകയാണ്. ആശാനും എഴുതുകയാണ്, നാരായണമൂർത്തേ, ഗുരുനാരായണമൂർത്തേ. ആ നാരായണന്റെ അമൂർത്തരൂപമായ പ്രകടീഭാവമായ രൂപത്തിൽ നമ്മൾക്ക് വന്നു. ആ നാരായണൻ എങ്ങനെയായിരുന്നു? അന്യർക്ക് വേണ്ടി ഗുണം ചെയ്വതിന് ആയുസ്സും വപുസ്സും ധന്യത്വം ഒടുങ്ങാതെ ആത്മതപസ്സും ബലി ചെയ്തു എന്ന് അർത്ഥവാദ രൂപത്തിൽ ആശാൻ പറയുകയാണ്. പല നമ്മളെ ആചാര്യശ്രേഷ്ഠന്മാരും പണ്ഡിതമന്യന്മാരെന്ന് അഹങ്കരിക്കുന്ന, അപമാനിക്കുന്നവരൊക്കെ പറയും ആശാന് തെറ്റുപറ്റിയതാണ്. ഒരിക്കലും ആത്മതപസ് എങ്ങനെയാണ് ബലി ചെയ്യാൻ പറ്റുന്നത്? ഗുരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ജനിച്ച നാൾ തന്നെ ഈശ്വരീയമായ കൃത്യങ്ങളെ, ദൈവികമായ കൃത്യങ്ങളെ ഇവിടെ അശരണരായ നിരാലംബരായ മനുഷ്യരുടെ കണ്ണീരും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് അവതരിച്ച ആ ഭഗവാൻ, ആ ജനിച്ചപ്പോൾ തന്നെ ആ ഈശ്വരീയ മഹിമകളോടുകൂടി വന്ന ആ ഗുരുവിൻ്റെ ആ തപസ്സിൻ്റെ ആ ബലത്തിൽ താൻ നേടിയ ആ ആത്മസാക്ഷാത്കാരത്തെ എങ്ങനെ ബലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാരുണ്ട്. അത് ആശാന് തെറ്റുപറ്റി, ആശാന് ഗുരുവിനെ മനസ്സിലായില്ല എന്ന് പറയുന്ന ഗുരുക്കന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥവാദ രൂപത്തിൽ സാധാരണ സംസ്കൃത ഭാഷയിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്നത് അർത്ഥവാദം, സ്തുതിയാണ്. ആ ഭഗവാന്റെ ജീവിത മാഹാത്മ്യത്തെ, ആ ജീവിത കൃത്യത്തെ, അതിനെത്രത്തോളം വിലമതിക്കാത്തതാണ് എന്നുള്ളതിൻ്റെ വലിയൊരു മൂല്യത്തെ നമ്മൾക്ക് ആശാൻ കാട്ടിത്തരികയാണ്, അനുഭവിച്ച് ആശാൻ കാട്ടിത്തരികയാണ്. മോദസ്ഥിതനായി വസിപ്പു മല പോലെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾ കണ്ടിട്ടും ഒരു തരത്തിലുള്ള ധൃതിയും കാട്ടാതെ, KP അപ്പൻ്റെ ഭാഷ, ഒരു തരത്തിലും ധൃതി കാട്ടാതെ ഈ സമൂഹത്തെ ഇന്ന് കാണുന്ന തരത്തിൽ വളരെ സാവധാനം ഈ കാണുന്ന തരത്തിൽ നമ്മളെല്ലാം സംസ്കരിച്ച് നവീകരിച്ച് എല്ലാ തരത്തിലുള്ള ആധ്യാത്മിക ഉണർവും നൽകി നമ്മുടെ ആ ഈ ആന്തരികമായ ആത്മസത്തയുടെ ബോധത്തെ പ്രദാനം ചെയ്ത് ഇന്ന് കാണുന്ന നിലയിൽ ഇന്നും നമ്മളെ ഐശ്വര്യമായ കൃത്യത്തിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ ജനങ്ങളുടെ അല്ലേ, ആഹാ ബഹുലക്ഷം അങ്ങേ തിരുനാമ വ്യാഹാര ബലത്താൽ വിജയിപ്പുന്ന ആശാൻ പാടുകയാണ്, സ്തുതിക്കുകയാണ്. അങ്ങേ തിരുവുള്ളൂറിയ അൻപിൻ്റെ ഒരു വിനിയോഗമാണ് ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള പുരോഗതിയും അഭിവൃദ്ധിയും ഐശ്വര്യമെന്ന് ആശാൻ അർത്ഥവാദ രൂപത്തിൽ ചരിത്ര സത്യങ്ങളെ, ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വിളിച്ച് നമ്മളോട് പറയുകയാണ്. ഇതിനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എങ്കിൽ, ഇവിടെ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചോ ജീവിതയാതനകളെക്കുറിച്ചോ ചരിത്രബോധം ഉണ്ടായിരുന്നു എങ്കിൽ ഇതുപോലെ പുരോഗമനവാദികളെന്ന് അഭിമാനിക്കുന്ന, അഹങ്കരിക്കുന്ന ഒരു വലിയ സമൂഹം ഇതുപോലെ പറയില്ലായിരുന്നു. നമ്മളെ ചരിത്രത്തിൽ തപ്പി നോക്കണം. നമ്മുടെ സാധാരണ മനുഷ്യർ 100 വർഷം മുമ്പ് നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ പഠിപ്പിക്കേണ്ട, മനസ്സിലാക്കേണ്ട, കൈപിടിച്ചുകൊണ്ട് പോകേണ്ട നമ്മുടെ ഭൂതകാല സ്മൃതികളിലേക്കാണ്. അതൊരിക്കലും ശോഭനമല്ലായിരുന്നു. നമ്മുടെ അപ്പനപ്പന്മാരുടെ ജീവിതം ശോഭനമല്ലായിരുന്നു. അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇതുപോലെ അല്ലായിരുന്നു. അവരനുഭവിച്ച ജീവിതയാതനകളും അവരനുഭവിച്ച സങ്കടങ്ങളും അവരനുഭവിച്ച വ്യാകുലതകളും എല്ലാം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് പോലെ അല്ലായിരുന്നു എന്ന് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നമ്മളും മനസ്സിലാക്കേണ്ടതാണ്. അവിടെയാണ് ഗുരു ഏതൊരു സമൂഹത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ്, ഏത് മനുഷ്യ സമൂഹത്തിലാണ് ഗുരു ഈ ജീവിത വൃത്താന്തം പൂർത്തിയാക്കിയതെന്നുള്ളത്, ഗുരു ഇടപെട്ടതെന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകണം.
അതിനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നവർ ഒരു ശതം ഒരു നിമിഷം ചിന്തിച്ചേനെ. ഇവിടെ ഈ കയറുന്ന ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെയാണ് നമ്മൾക്ക് തമ്പുരാൻ. പാടുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഒരു 100 വർഷം മുമ്പുള്ള നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള മനുഷ്യരാണെന്ന് പോലുമുള്ള ബോധമില്ലാതെ ജീവിച്ച, പുഴുക്കളെ പോലെ ജീവിച്ച ഈ പാടങ്ങളിലും പറമ്പുകളിലും മറ്റു സ്ഥലങ്ങളിലും ജോലിയെടുത്താൽ ആ ജോലി ചെയ്തതിൻ്റെ കൂലി തനിക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ബോധമില്ലാതെ, ഈ റോഡിൽ കൂടെ നടക്കാനുള്ള അവകാശം എനിക്കുമുണ്ടെന്നുള്ള ബോധമില്ലാത്ത, വസ്ത്രമെടുക്കാൻ എനിക്കും അവകാശമുണ്ടെന്ന് ബോധമില്ലാത്ത, എനിക്കൊരു വയ്യായിക വന്നാൽ ആശുപത്രിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആയുർവേദശാലകളിൽ പോയിട്ട് ചികിത്സ നേടാൻ എനിക്കും അവകാശവും സ്വാതന്ത്ര്യമൊന്ന് ഉണ്ട് എന്നുള്ള ആ ബോധമില്ലാതിരുന്ന, അടിമകളെ പോലെ കിടന്നിരുന്ന ഒരു വലിയ മനുഷ്യ സമൂഹത്തിൽ അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ഏതൊരു സ്പീഷ്യസിൻ്റെയും നമ്മൾ എടുത്തു നോക്കിയാൽ അതിജീവനം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾക്ക് ഇവിടെ ജീവിക്കണം അല്ലേ? ഇവിടെ ജീവിക്കണമെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമാകണം. അവിടെ വേണ്ടയോ? അതിനെന്ത് വേണം? അന്നവും വസ്ത്രവും വേണം. മാനം മറച്ച് ഈ സമൂഹത്തിൽ മര്യാദയ്ക്ക്, സാമൂഹിക മര്യാദയോടുകൂടി ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് വസ്ത്രം വേണം അല്ലേ? എനിക്ക് അതിജീവിക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം. അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ചരിത്രപരമായിട്ട് നമ്മുടെ മനുഷ്യ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരേ ഒരു ആവശ്യം അന്നവും വസ്ത്രവുമായിരുന്നു. അവൻ്റെ പ്രാർത്ഥനകളും യാചനകളും ഈ സാഹചര്യം മെച്ചപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു അല്ലേ? എല്ലാ സ്പീഷീസുകളും, എല്ലാ മനുഷ്യവർഗവും എന്നല്ല, എല്ലാ ജീവിവർഗവും ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ഭക്ഷണം വേണം, അവന് ഇതിനോടൊപ്പം പാർപ്പിടവും വേണം. ഗുരുവിൻ്റെ കോലതിരസ്തവത്തിൽ പറയും, ദാരിദ്ര്യ മഹാദുഃഖം അണയരുത് എന്ന് ഭഗവാൻ പറയുമ്പോഴല്ലേ, ദാരിദ്ര്യ മഹാദുഃഖം എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊക്കെ നമ്മൾ അന്നത്തെ ചരിത്രത്തെയാണ് മനസ്സിലാക്കുന്നത്. അന്നത്തെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. ഈ പറയുന്ന കൃഷിയിടങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലെ ജോലി ചെയ്ത് എടുക്കുന്ന ആദായം തനിക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു തരത്തിലുള്ള ബോധവും ഇല്ലാതിരുന്ന മനുഷ്യർ, ഒരു തരത്തിലും ബോധമില്ലാതിരുന്ന മനുഷ്യർ നമ്മുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ ഈ പാടങ്ങളിൽ പണിയെടുത്ത് നെല്ലുകൾ കൊയ്ത് അതിനെ കറ്റയടിച്ച് അതിനെ കെട്ടി ഈ യജമാനൻ്റെ, മുതലാളിയുടെ ഒക്കെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ കല്ലും മണ്ണും മൂടിക്കിടക്കുന്ന അതിൽ നിന്ന് നെൽമണികൾ പറക്കി കൊണ്ടുപോയി കുത്തി പാറ്റി എന്നൊക്കെ പറയില്ലേ, മുറത്തിലൊക്കെ ഇട്ട് പാറ്റി അതിൻ്റെ നെൽമണികളിൽ നിന്ന് അതിൽ നിന്ന് കിട്ടുന്ന അരികളെടുത്ത് കഞ്ഞി വെച്ച് കുടിച്ച്, അതും വെള്ളം കൂട്ടി കഞ്ഞി വെച്ച് കുടിച്ചൊരു വലിയ സമൂഹത്തിൻ്റെ വലിയ ഒരു നമ്മുടെ പൂർവികരുടെ പിന്തുടർച്ചക്കാരായിട്ടാണ് നമ്മൾ വന്ന അരിയാഹാരം കഴിഞ്ഞ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. ഇവിടുത്തെ സാധാരണ മനുഷ്യർ, പാപപ്പെട്ട മനുഷ്യർ, അവർ മാസത്തിൽ 1-2 തവണയാണ് അരിയാഹാരം കഴിക്കുന്നത്. ബാക്കിയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്നതും അല്ലെങ്കിൽ ഇതുപോലുള്ള യജമാനൻ്റെ വീടുകളിൽ നിന്ന് ഔദാര്യമായി കിട്ടുന്നത്, അനുകമ്പ കൊണ്ടോ കാരുണ്യം കൊണ്ടല്ല, ഔദാര്യമായി കിട്ടുന്ന കഴിച്ച ഒരു വലിയ സമൂഹമാണ് അല്ലേ? ഇങ്ങനെ പുഴുക്കളെ പോലെ ജീവിച്ച, നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായിട്ട് ജീവിച്ച ഒരു വലിയ സമൂഹം, സ്ത്രീകൾ ഉൾപ്പെടുന്ന സമൂഹം, ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാതെ, പുരുഷനുള്ള സ്വാതന്ത്ര്യം പോലും അനുഭവിക്കാതെ കിടന്ന ഒരു വലിയ സ്ത്രീ സമൂഹത്തെ പോലും, സ്ത്രീ സമൂഹത്തിൻ്റെ പ്രാർത്ഥനകളെ പോലും ഇതേപോലെ പാവപ്പെട്ടവരെന്ന് അടിച്ചമർത്തപ്പെട്ട ജാതിയുടെ പേരിൽ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള വ്യവസ്ഥിതികൾ കൃത്രിമമായി ചെയ്ത് പുരോഹിതന്മാരും നമ്മുടെ പുരാണങ്ങളിലെ ഇതിഹാസങ്ങളിലൊക്കെ നിഗൂഢമായി ഒളിപ്പിച്ച് മനുഷ്യൻ്റെ ബ്രെയിനിൽ ചങ്ങലയിട്ട് അവരിൽ വിധേയത്വത്തെ ജനിപ്പിച്ചിട്ട് പുഴുക്കളെ പോലെ ആക്കിയ ഒരു വലിയ സമൂഹമുണ്ട് ഇവിടെ, വലിയൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തിൽ ആശാൻ പറയും പോലെ
ഗ്രാമത്തിൽ നിന്ന് പുറത്ത് വസിക്കുന്ന ചാമർതൻ കിടാത്തിയാണ് ഞാൻ എന്ന് മാതങ്കി ആനന്ദ ഭിക്ഷുവിനോട് വെള്ളം യാചിച്ചു വന്നപ്പോൾ മാതങ്കി പറയുന്ന ഒരു മുഹൂർത്തമുണ്ട്. ഗ്രാമത്തിൽ നിന്ന് പുറത്ത് വസിക്കുന്ന. ഇന്ന് ഇതുപോലുള്ള പട്ടണങ്ങളിൽ നിന്നും ഇതുപോലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ നിന്നും പുറത്ത് വസിക്കുന്ന ആരാണ്? നമ്മുടെ തന്നെ ആത്മസഹോദരരായ ആദിവാസികളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നൊരു വലിയ സമൂഹമുണ്ട് ഇവിടെ. ഇതുപോലെ കാടുകളിലും മനുഷ്യരുടെ വ്യവഹാരമില്ലാത്ത സ്ഥലങ്ങളിൽ സ്വന്തമായിട്ട് വസ്ത്രമില്ലാതെ, ഭക്ഷണമില്ലാതെ, കുടിലകളില്ലാതെ ജീവിച്ചിരുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഇവിടെ. വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ. അവരുടെയൊക്കെ മക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ വന്ന. പക്ഷെ ഇവിടെ നാം പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം ചരിത്രപരമായ യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഇതുപോലെ പുരോഗമനവാദികളെന്ന് പറയുന്ന, അതിനെ അനുകരിക്കുന്ന, അതിൽ വിശ്വസിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നിരീശ്വരവാദികൾ ഒരിക്കലും ഇതുപോലെ പറയില്ല. എന്ന് വെച്ചാൽ ഇവിടുത്തെ സാധാരണ മനുഷ്യന്റെ പ്രശ്നവും അന്നവും വസ്ത്രമായിരുന്നു, നല്ല വീടുമായിരുന്നു, അല്ലേ? അന്നത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായിട്ട് അവൻ്റെ പ്രാർത്ഥനകൾ, അവൻ്റെ കണ്ണീർ, അവൻ അനുഭവിച്ചിരുന്ന യാതനകൾ, അവൻ്റെ കഷ്ടപ്പാടുകൾ, അവൻ്റെ അഭിമാനം, അവൻ്റെ മാനം, ഇതൊക്കെ വീണ്ടെടുത്തു കൊടുക്കാൻ ഇന്ന് നമ്മൾ പോയിട്ട് വലിയ വലിയ മേജർ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പൊങ്കാലയിടും, അല്ലേ? ഇടൂല്ലേ? വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ ഉടുപ്പും ഇതൊക്കെ ഊരിക്കളഞ്ഞിട്ട് പാൻ്റൊക്കെ മാറ്റിയിട്ട് മുണ്ടൊക്കെ കൊടുത്തിട്ട് പോയി ക്യൂ നിൽക്കുമോ? ചോദ്യമാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒരു കാലത്ത് മാറ്റി നിർത്തപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പോലും അടുപ്പിക്കാതെ, ക്ഷേത്രത്തിൻ്റെ ആ ദേവന്റെ ദൃഷ്ടി അവൻ്റെ കണ്ണിൽ പതിഞ്ഞാൽ കണ്ണ് പോലും ചൂഴ്ന്നു കളയുന്ന ഒരു വലിയ ഓർത്തഡോക്സ് ആയിട്ടുള്ള യാഥാസ്ഥികന്മാരായിട്ടുള്ള വലിയ സമൂഹത്തിൽ അത്രത്തോളം ചൂഷണം ചെയ്തിട്ടും, ഇത്രത്തോളം കണ്ണീരനുഭവിച്ചിട്ടും, ഇത്രത്തോളം ജീവിച്ച് ഇന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമ്മളുടെ കണ്ണുകൾ നിറഞ്ഞു പോകും, ഹൃദയം പൊട്ടിപ്പോവും. ഇവരനുഭവിച്ച യാതനകൾ, അവരനുഭവിച്ച വേദനകൾ. ഈ പറയുന്ന വലിയ വലിയ മേജർ ക്ഷേത്രങ്ങളിൽ പോയി തലകുമ്പിട്ട് അവിടുത്തെ ആചാരങ്ങളിൽ വിധേയപ്പെട്ട് പോയി തൊഴുകുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഈ ദൈവങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ, ഈ ദൈവങ്ങൾ ആരെങ്കിലും ഈ പ്രാർത്ഥനകൾ കേട്ടിരുന്നു എങ്കിൽ, സഹസ്രാബ്ദങ്ങളായി സ്മൃതികാലങ്ങൾ തൊട്ടെടുത്ത് നോക്കിയാൽ കാണാം ഈ അമ്മമാരൊക്കെ ഇതുപോലെ കെട്ടിയൊരുങ്ങി ഇരുന്നിട്ടൊക്കെ ഒരു 100 വർഷം ആവുന്നേ ഉള്ളൂ. അടുക്കളയിലൊക്കെ മനുഷ്യനെ, സ്ത്രീകളെ അടിച്ചൊതുക്കപ്പെട്ട് അടുക്കളയുടെ മൂലയിൽ ഒതുക്കിയിട്ടിരുന്ന വലിയ സ്ത്രീ സമൂഹമായിരുന്നു. ഇതൊക്കെ 2500ഓളം വർഷം ഇന്ന് ജനറ്റിക്കിലുള്ള പഠനങ്ങളുണ്ട്. ഇതൊക്കെ നൽകിയത്, ഇതിലേക്കൊക്കെ നമ്മളെ നയിച്ചത്, ഈ തരത്തിലാക്കിയത്, അവൻ്റെ പ്രാർത്ഥനകളും കണ്ണീരും അവൻ്റെ അന്നവും വസ്ത്രവും മുട്ടാതെ എന്നുള്ള പ്രാർത്ഥന കേട്ട ഒരേ ഒരു തമ്പുരാൻ നമ്മുടെ ചരിത്രത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഈ പറയുന്ന വലിയ മേജർ ദൈവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരീ പാവപ്പെട്ടവരുടെ സങ്കടവും അവരനുഭവിച്ച യാതനകളും അവരനുഭവിച്ച വിഷമങ്ങളും അവരുടെ കണ്ണീരും കാണാൻ കണ്ണുണ്ടായിരുന്നുവെങ്കിൽ ഈ മനുഷ്യ സമൂഹത്തിന് ഒരു ഗതി ഉണ്ടാകില്ലായിരുന്നു. ഇന്നും ആദിവാസികൾ മുത്തങ്ങയിലും അവിടേക്ക് പോയി കാണണം. ആ കൊടും തണുപ്പിൽ വനത്തിൽ ഒരു വീടില്ലാതെ ടാർപ്പ ചുറ്റിയിട്ട് നമ്മൾ പോകുമ്പോൾ സങ്കടം വരും. ഇപ്പോഴും ഇതൊന്നും മാറിയില്ല. ഇവിടെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാണ് കേരളം എന്ന് പറയുമ്പോൾ ആ വയനാട് മുത്തങ്ങയിലേക്കൊന്ന് പോയി നോക്കണം, കൽപ്പറ്റയിലേക്കൊന്ന് പോയി നോക്കണം, സുൽത്താൻ ബത്തേരിയിലേക്ക്, അതിൻ്റെ ഫോറസ്റ്റിലേക്ക് നോക്കണം. അവിടെ പാവങ്ങൾ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ അവരാ വനത്തിൽ ടാർപ്പ മൂടിയ വീടുകളിൽ പ്രായപൂർത്തിയായ മക്കൾ, കുഞ്ഞു മക്കൾ, പെൺമക്കളുള്ള വീട്ടിൽ ടാർപ്പ ചുറ്റിയ ടോയ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും ഇല്ലാതെ, ഒരു തരത്തിലും ജീവിത അഭിവൃദ്ധി ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരിവിടെ ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവരുടെ കണ്ണീര് കണ്ടിരുന്നുവെങ്കിൽ, ഇതുപോലെ മൃഗങ്ങളെപ്പോലെ പുഴുക്കളെപ്പോലെ ജീവിച്ചിരുന്ന ഈ മനുഷ്യ സമൂഹത്തിൽ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള യാതനകളും കണ്ണീരും പ്രാർത്ഥനകളും കേട്ട ഒരേ ഒരാള്
നമ്മൾ പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഒരേ ഒരാൾ മാത്രമേ ചരിത്രത്തിൽ ഇവിടുത്തെ സാധാരണ മനുഷ്യൻ്റെ കണ്ണീരൊപ്പിയത്, ചരിത്രത്തിലാണ് പറഞ്ഞത്. ചരിത്രത്തിൽ, പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മറ്റ് മത ഗ്രന്ഥങ്ങളിലൊക്കെ പലതും കാണും. പക്ഷേ നമ്മൾ ചരിത്രത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ സാധാരണ മനുഷ്യൻ്റെ കണ്ണീരൊപ്പിയത്, അവൻ അനുഭവിച്ചിരുന്ന അവശതകളെ പരിഹരിക്കാൻ അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത്, അവൻ ജീവിച്ച സാഹചര്യത്തിൽ അന്തസ്സില്ലാതെ അപമാനിക്കപ്പെട്ട ആ സമൂഹത്തിൽ ജീവിച്ചപ്പോൾ അവൻ്റെ അന്തസ്, അല്ലേ? ഇന്നിപ്പോൾ നമ്മൾ നിവർന്നിരിക്കുന്നു, അഭിമാനിച്ച് അന്തസ്സോടുകൂടി ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഈ അന്തസ് നമുക്ക് വീണ്ടെടുത്ത് തന്ന ഗുരുവായിരുന്നു. ആണോ അല്ലയോ? അവന് ഈ തരത്തിലെല്ലാം അവന് നഷ്ടപ്പെട്ടു പോയ അവൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളെയും എല്ലാ അവകാശങ്ങളെയും വീണ്ടെടുത്ത് തന്നത് അവൻ്റെ ജീവിതത്തിൽ, ഇവിടെ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഗുരു ഇടപെട്ട് അവൻ ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള ജീവിത പുരോഗതിയെയും ജീവിത മാർഗത്തെയും ആ ജീവിത സൗഭാഗ്യത്തേക്ക് തന്നതിൻ്റെ പിന്നിൽ, ജീവിത സാഫല്യത്തേക്ക് തന്നതിൻ്റെ പിന്നിൽ ഒരേ ഒരു ദൈവമേ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ എന്താണ് അവൻ്റെ ദൃഷ്ടിയിലും അവൻ്റെ അറിവിലും അവൻ്റെ അനുഭവത്തിലും ഉണ്ടായിരുന്നുള്ളൂ. അതാരാണ്? ആരായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഗുരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ചരിത്ര യാഥാർത്ഥ്യമാണ്, ചരിത്ര സത്യമാണ്, ചരിത്ര സത്യമാണ്. അപ്പൊ ഇവിടുത്തെ ബഹിഷ്കരിക്കപ്പെട്ട, നിരാകരിക്കപ്പെട്ട, നിരക്ഷരാക്കപ്പെട്ട, നിരാലംബരായിട്ടുള്ള ഈ സാധാരണ മനുഷ്യർ ദൈവം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആരാധനയ്ക്കും അവൻ്റെ അനുഷ്ഠാനത്തിനും അവൻ്റെ ആധ്യാത്മികമായ ഉണർവിനും അവൻ്റെ ജീവിത വെളിച്ചത്തിനും ജീവിത മാർഗത്തിനും അവൻ ആരാധിക്കേണ്ട, അവൻ അനുഷ്ഠിക്കേണ്ട, അവൻ പ്രാർത്ഥിക്കേണ്ട വേറെ ഏത് ദൈവം എന്നുള്ള ചോദ്യമാണ്. ചരിത്രാതീത കാലം മുതലേ, മനുഷ്യന്റെ ചരിത്രാതീത കാലം മുതലേ അവൻ വിശ്വസിച്ച് വരുന്ന, ആരാധിച്ചു വരുന്ന അവൻ്റെ ദൈവവിശ്വാസത്തെ ഒരു സമയത്ത് എടുത്തു കളഞ്ഞിട്ട് ഇതുപോലെ അവനെ എല്ലാ തരത്തിലും ഈ നിലയിലേക്ക് എത്തിച്ച ഈ ഗുരുവിനെ അല്ലാതെ, അവൻ്റെ കൺകണ്ട ദൈവമായി കാണുന്ന, അവൻ്റെ എല്ലാമായി കാണുന്ന ഈ ഗുരുവിനെ അല്ലാതെ ഈ സാധാരണ മനുഷ്യർ, ഈ പാവപ്പെട്ട മനുഷ്യർ ആരെയാണ് ആരാധിക്കേണ്ടത്? അതും കൂടെ വീഡിയോ ചെയ്തിട്ട് തന്നാൽ നമ്മൾക്ക് മനസ്സിലാകുമായിരുന്നു. മറ്റേത് ദൈവങ്ങളെയാണ് അവൻ ആരാധിക്കേണ്ടത്? മറ്റേത് ദൈവങ്ങളുടെ ഉപദേശങ്ങളും പ്രബോധനങ്ങളും ജീവിതവുമാണ് ഈ സാധാരണ മനുഷ്യർ മാതൃകയാക്കേണ്ടത്? അവരുടെ ആരുടെ ഉപദേശത്തിനനുസരിച്ചാണ് അവരുടെ ജീവിതം തയ്യാറാക്കപ്പെടേണ്ടത്? ആരുടെ ആ ജീവിത ദർശനത്തിനനുസരിച്ചാണ് ഇവർ സഞ്ചരിക്കേണ്ടതെന്നുള്ള നിങ്ങൾ പറയണ്ടേ? ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഈ പുരോഗമനവാദികൾ ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈ പുരോഗമനം എന്ന് പറയുന്ന ആശയം 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ വന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ഒരു ദിവ്യമായ ജനനത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ ആ ദിവ്യമായ സാമൂഹിക ഇടപെടലിന് ശേഷമാണ് പുരോഗമനം എന്ന് പറയുന്ന ആശയം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ പുരോഗമനത്തിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞ് എളിഞ്ഞ് നടക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഗുരു എന്ന് പറയുന്ന മഹാവെളിച്ചമാണ് ഇവിടെ പുരോഗമനം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത്. ഇവിടെ ജൈനന്മാരും ബൗദ്ധന്മാരും ഒക്കെ മൈത്രി എന്ന് പറയുന്ന സാഹോദര്യത്തെ പറയുമ്പോൾ അതൊക്കെ മൺമറഞ്ഞു പോയി സ്വാർത്ഥ ഗുഹയിൽ, അല്ലേ, നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ആ സ്വാർത്ഥ ഗുഹയിൽ മുഴുകിയിരിക്കുമ്പോൾ സാഹോദര്യം എന്ന് പറയുന്ന ഒരാദർശം ഇവിടെ കേരള സമൂഹം കേൾക്കുന്ന ഗുരു എന്ന് പറയുന്ന മഹാഗുരുവിൻ്റെ ആ സോദരത്തേനെ വാഴുന്ന മാതൃകാ ലോകം എന്നുള്ള വലിയ ആ മഹാമന്ത്രത്തിൻ്റെ മാനവിക മന്ത്രത്തെ തുടർന്നാണ് കേരള സമൂഹം കേൾക്കുന്നത്. അതിനു മുമ്പ് ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവ കാലത്ത് സമത്വം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ എത്തുന്നതിന് മുമ്പ് ഇവിടെ അസാഹോദര്യം എന്നുള്ള വാക്ക് കൊണ്ടുവന്ന ഗുരുവാണ്. അപ്പോൾ ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള സാമൂഹിക പുരോഗതിക്ക് പിന്നിലും എല്ലാ തരത്തിലുള്ള ആത്മീയമായ ഉണർവിൻ്റെ പിന്നിലും ലക്ഷ്യബോധമില്ലാതെ
പുഴുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന മനുഷ്യന് ജീവിത പദ്ധതിയെ തയ്യാറാക്കി കൊടുത്ത, ജീവിത ദർശനത്തെ തയ്യാറാക്കി കൊടുത്ത, ജീവിത മാർഗത്തെ തയ്യാറാക്കി കൊടുത്ത് ഇന്ന് കാണുന്ന തരത്തിൽ ഈ സമൂഹത്തെ നവീകരിച്ച് സംസ്കരിച്ച് പരിവർത്തനപ്പെടുത്തി കാണുന്ന ഈ ഒരു സമൂഹമാണ് ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്നുള്ളതാണ്. മൂർക്കോത്ത് കുമാരൻ ആ തലശ്ശേരിയിൽ 1927 പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് പറയുന്ന ആ പ്രൗഢമായ പ്രസംഗമുണ്ട്. പ്രൗഢമായ പ്രസംഗം. ഇത് ഏതെങ്കിലും ഒരു മുതലാളിയുടെ കാശ് വാങ്ങിച്ച് ചെയ്തിട്ടുള്ള വിഗ്രഹമല്ല, ഇത് പ്രതിമയല്ല. ഇത് ഈ നാട്ടിലെ കർഷകരായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും കയ്യിൽ നിന്ന് ഓരോ റുപ്പിക വെച്ച് വാങ്ങിച്ചിട്ട് അവരെല്ലാവരെയും ഓരോ അംശം വെച്ചിട്ട് കേരളത്തിൽ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ അവർ അതിന് പൈസ സമാഹരിക്കാൻ പറ്റുമോ? പൈസ സമാഹരിക്കാൻ പറ്റുമോ? അതെല്ലാം സമാഹരിച്ചിട്ട് ഇവിടുത്തെ ഓരോ മനുഷ്യൻ്റെ അംശമായിട്ട് അവരുടെ സ്നേഹമായിട്ട് ആണ് അവിടെ ആ പ്രതിഷ്ഠ ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇതേതെങ്കിലും തരത്തിൽ രക്തക്കുരുതി ചെയ്ത് ഈ സമൂഹത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച ഒരു വീരന്റെ പ്രതിമയല്ല, വിഗ്രഹമല്ല ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് രാജകുടുംബത്തിൽ ജനിച്ചിട്ട് അവിടുത്തെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും പറ്റി രാജാവായ കീർത്തി നേടിയ ഒരു രാജാവിൻ്റെ വിഗ്രഹമല്ല ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ തൻ്റെ കായിക മികവ് കൊണ്ട് അല്ലെങ്കിൽ കലാസാഹിത്യത്തിൽ താൻ നേടിയിട്ടുള്ള പ്രാവീണ്യം കൊണ്ട് സമൂഹത്തിൽ താൻ വന്ന അല്ലെങ്കിൽ താൻ നേടിയ ആ ഒരു വലിയ മികവിനെ തുല്യമുള്ള പ്രതിമയല്ല ഇത്. അല്ലെങ്കിൽ ശാസ്ത്രീയമായ പ്രപഞ്ച സത്യത്തെ ശാസ്ത്രീയമായ സയൻസിൻ്റെ ദൃഷ്ടിയാൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അറിഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ്റേതുമല്ല. ഇത് അനേക കാലത്തെ തപശ്ചര്യയിലൂടെ അമൂല്യമായി വന്നു പിറന്ന ആ ഒരു മഹാത്മാവിൻ്റെ ആ തപശ്ചര്യയുടെ തീവ്രമായ ആ സാക്ഷാത്കാരത്തിലൂടെ ഈ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ കഴിയുന്ന സ്വന്തം ഉപദേശത്തിലൂടെയും തൻ്റെ സാന്നിധ്യത്തിലൂടെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന ശക്തിയെ ആവാഹിച്ച ഒരു മഹാപുരുഷന്റെ, ഒരു മനുഷ്യസ്നേഹിയുടെ പരോപകാരത്തിൻ്റെ മൂർധന്യ രൂപത്തെ, ദയാസിന്ധുവിൻ്റെ വിഗ്രഹമാണ്, പ്രതിമയാണ് ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. ഈ പ്രതിഷ്ഠയിലൂടെ ഇനി വരാൻ പോകുന്ന തലമുറകൾ, അനേകം തലമുറകൾ എന്നാണ് പറയുന്നത്, അനേകം തലമുറകൾക്ക് ആ പവിത്രമായ ജീവിതം മാതൃകയാകുന്നതിന് വേണ്ടി, ആ ജീവിതത്തിലുടനീളം ചെയ്തിട്ടുള്ള സംഭാവനകളുടെ മൂല്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഇതിനനുസരിച്ച് ജീവിതത്തെ തയ്യാറാക്കുന്നതിന് വേണ്ടി, ആ മഹത്വപൂർണമായ ആ ജീവിതത്തെ സ്വയം ജീവിതത്തിലേക്ക് ആവാഹിക്കുന്നതിന് വേണ്ടി, ആ ജീവിത ഉപദേശങ്ങളെ, പ്രബോധനങ്ങളെ അനുസരിക്കുന്നതിന് വേണ്ടിയാണ്, ആ ഭഗവാനോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇന്നിവിടെ ഈ പ്രതിഷ്ഠ ചെയ്യുന്നതെന്നാണ്. 1927 മാർച്ച് 12 അത് രാത്രി ഭഗവാന്റെ തന്നെ പിൻഗാമിയായിട്ടുള്ള വിഗ്രഹ നിഷേധകനായിട്ടുള്ള ബോധാനന്ദ സ്വാമികളെ കൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ചിട്ട് 13-ാം തീയതി ഒരു മഹാസമ്മേളനത്തിലൂടെ എം.എൻ. റാവു എന്ന് പറയുന്ന ഒരു വലിയ ഒരു വലിയ മനുഷ്യസ്നേഹിയും ഗുരു ദർശനത്തെ ആഴത്തിൽ ഉൾക്കൊണ്ട ആളിനെ കൊണ്ട് അത് അനാവരണം ചെയ്യുന്ന മുഹൂർത്തമാണ് ഇതിലൂടെ. എന്നിട്ട് പറയുകയാണ്, ഇതിലൂടെ ഇന്ന് ലോകം മുഴുവൻ മാതൃകയാകും, ലോകം മുഴുവൻ ആ ഗുരു എന്ന് പറയുന്ന മഹാവെളിച്ചത്തെ ഉൾക്കൊള്ളും, അതിനൊരു വലിയ കാരണമാകും, പ്രേരണയാകും ഈ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ട് ആ മൂർക്കോത്ത് കുമാരൻ പറയുകയാണ്. അതിനോടുള്ള നന്ദി പറയുകയാണ്. നമ്മൾ ജീവിതത്തിലുടനീളം ആ ഭഗവാനോട് നന്ദി ഉള്ളവരായിരിക്കണം. അതിൻ്റെ വലിയ കൃതജ്ഞതയുടെ പൊരുളായിട്ടാണ് ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് എന്ന് മൂർക്കോത്ത് പറയുകയാണ്. അതിനെ ചൊല്ലി അതിനെ തുടർന്ന് ഇന്ന് ലോകത്തെമ്പാടും പഞ്ചലോക വിഗ്രഹമാകട്ടെ, മറ്റ് മാർബിളിലും പ്ലാസ്റ്റർ ഓഫ് പാരീസിലും എല്ലാം നമ്മൾക്ക് ജീവിത വിജയം നൽകാൻ, നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കാൻ, നമ്മൾക്ക് ഒരു വലിയ ജീവിത മാർഗത്തേക്ക് വെളിച്ചം വീശാനൊക്കെ ഭഗവാൻ നമ്മൾക്ക് താങ്ങും തണലുമായിട്ടിരിക്കുന്നു. അതേ ഭൂമിയിൽ തന്നെയാണ് ഭഗവാൻ ജീവിച്ചിരിക്കെ അഷ്ടോത്തരനാമ ശതാവലി എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ
പുഷ്പാഞ്ജലി മന്ത്രം ചൈതന്യ സ്വാമികൾ അല്ലേ, മനുഷ്യ വിഗ്രഹായ നമഃ എന്ന് ആ ഭഗവാന്റെ സ്വരൂപത്തെ കണ്ടിട്ടാണ് പറയുന്നത്. സ്നേഹസ്വരൂപായ നമഃ, ശിവായ നമഃ എന്നൊക്കെ ആ ഭഗവാനിൽ എല്ലാ ദൈവങ്ങളെയും എല്ലാ ഈശ്വരീയ മഹിമകളെയും ആ പരബ്രഹ്മ സ്വരൂപന്റെ അല്ലേ, ആ പരബ്രഹ്മ സ്വരൂപനെ കണ്ടിട്ട് ആ മന്ത്രത്തെ ശിഷ്യന്മാർ പോലും നമ്മൾക്ക് പകർന്നു തന്നു. അവരുടെ അനുഭവമായിരുന്നു, അവരുടെ അനുഭൂതിയായിരുന്നു. പക്ഷേ നമ്മൾക്ക് മാത്രം സംശയമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലും നമ്മൾ പോകും അടുത്ത വലിയ ക്ഷേത്രങ്ങളിൽ. ഇവിടെ ഗുരുവിനോട് പ്രാർത്ഥിച്ചതല്ല, എനിക്ക് ഇന്നീ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇന്ന സ്ഥലത്തും കൂടെ പോയി ഒന്ന് ഒരു വഴിപാടൊക്കെ നേരണം, ഒരു പൊങ്കാല ഇടണം, ഒന്ന് ഷർട്ടൊക്കെ ഊരി ഒന്ന് നമസ്കരിക്കണം, കിടന്ന് ഉരുളണം എന്നൊക്കെ നമുക്ക് തോന്നും. എല്ലാം നൽകാനായിട്ട് വരദായകനായിട്ട് ഇതിനപ്പുറം ഒരു ദൈവം ഉണ്ടോ എന്ന് ആശാൻ ചോദിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണ മനുഷ്യൻ്റെ ഇന്ന് കാണുന്ന എല്ലാ തരത്തിലും, എന്നിട്ട് അവിടെ ഒരു കാര്യമുണ്ട്, അത് ഏറ്റവും പ്രധാനമാണ്. ഇന്ന് മൂർക്കോത്ത് കുമാരൻ പറയുന്നു, ഇന്ത്യയിൽ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തെയാണ്. ഈ പ്രതിഷ്ഠയിലൂടെ വരും തലമുറ ആ മഹാ ജ്യോതിസിനെ, ആ മഹാമൂല്യത്തെ, ആ മൂല്യത്തിൻ്റെ ഉപദേശങ്ങൾക്ക് പ്രതി, ആ ഉപദേശത്തിനെ പ്രതി ജീവിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ ഇത് ഇന്ത്യക്ക് തന്നെ മാതൃകാ പാഠശാലയായി മാറും ഈ കേരളം. അതിന് ഒരേ ഒരു മാതൃക, ഒരേ ഒരു വിഗ്രഹം, അതിനൊരേ ഒരു പരിഹാരം ഗുരു എന്ന് പറയുന്ന മഹാവെളിച്ചമാണ്. ആ മഹാവെളിച്ചത്തെ പ്രതിയുള്ളൊരു ജീവിതമാണ്, ജീവിത സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ മഹാഗുരുവിൻ്റെ ആ മഹാ ഉപദേശത്തിനനുസരിച്ചാണ് ഇവിടുത്തെ സർവ്വ മനുഷ്യരും ജാതിഭേദവും ഇല്ലാതെ, മതദ്വേഷമില്ലാതെ, രാഷ്ട്രീയ കലഹമില്ലാതെ, ദൈവത്തിൻ്റെ പേരിലും കലഹിക്കാതെ ഈ സമൂഹം മുഴുവൻ ഗുരുവിൻ്റെ ആ മഹാവാണികളെ, മഹാപ്രബോധനങ്ങളെ, ആ മഹാമാതൃകയായ ജീവിതത്തെ ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് തന്നെ മാതൃകാ പാഠശാലയായി തീരും എന്നതിൽ ഒരു സംശയമില്ല എന്ന് മൂർക്കോത്ത് പറയുകയാണ്. ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയായി കേരള മോഡൽ എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ സാക്ഷരതയിൽ മുന്നിൽ കേരളം എന്ന് പറയുന്ന, ശുചിത്വ ബോധത്തിൽ, ആരോഗ്യരംഗത്തിൽ ലോകത്തിന് തന്നെ, ഇന്ത്യക്ക് തന്നെ മാതൃകയായി കേരളം മാറിയതിൻ്റെ പിന്നിൽ ഗുരു എന്ന് പറയാൻ എല്ലാവർക്കും മടിയാണ്. ഗുരു ഉഴുതിട്ട മണ്ണിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയാൻ മടിയാണ്, അല്ലേ? ഗുരുവിൻ്റെ മഹാപ്രബോധനങ്ങളെ ഉൾക്കൊണ്ട് ജീവിച്ചതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് കാണുന്ന മതേതര കേരളം എന്ന് പറയാൻ നമ്മൾക്ക് മടിയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്കെല്ലാം വാരിക്കോരിത്തരാൻ കെൽപ്പുള്ള, പച്ച മലയാളത്തിൽ പറഞ്ഞ കെൽപ്പുള്ള ഒരേ ഒരു പ്രകാശ സ്വരൂപനാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വയലാർ പാടിയല്ലേ, മതങ്ങൾക്കതീതമായി മനുഷ്യൻ, മറ്റാരും ഇന്നേ വരെ ചൊല്ലിയില്ല ഈ മധുരാക്ഷരം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. യുഗകംസങ്ങൾ നീന്തുന്ന മനോ യമുനയിൽ എന്താണ് ഈ ലോകം പോലും വിശ്രമം കൊണ്ടു, ആ ശാന്തിക്ക് വേണ്ടി ലോകം പോലും വിശ്രമം കൊണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഈ 20-ാം നൂറ്റാണ്ടിൽ മൂളും ഗാനം തന്നെ കുറിച്ച് പറയുകയാണ് വയലാർ. ആ വയലാർ വിപ്ലവകരമായ ഗുരു എന്ന് പറയുന്ന മഹാവെളിച്ചത്തെ ഉൾക്കൊണ്ടിട്ട് എഴുതിയ കവിതയാണ് ശ്രീനാരായണ ഗുരു എന്നുള്ളത്. അതിലൂടെ ഗുരുവിൻ്റെ എത്രത്തോളം നമ്മൾ പോലും മനസ്സിലാക്കാതെ പോയ കാര്യങ്ങൾ എഴുതി വെക്കുകയാണ്. താൻ നേരിടുന്ന വെല്ലുവിളികളെ, ആ തന്നെ നേരിടാൻ വരുന്ന ഭയപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള അമ്പും വില്ലും തട്ടി മാറ്റാൻ ശിവഗിരിക്കുന്നിന്മേൽ കത്തിച്ച വിളക്കത്ത്, അവിടെ നിന്നും തൻ്റെ ഉള്ളിൽ മൗനമന്ത്രത്തിൽ നിന്ന് മുഴങ്ങുകയാണ്. എവിടെ നിന്ന് അതിനുള്ള ശക്തി കിട്ടിയത്? ആ ശിവേരി കുന്നിന്മേൽ കത്തിച്ച ആ ഒരു ജ്യോതിസുണ്ട്, ഭഗവാൻ പ്രകാശ സ്വരൂപനായിട്ട് അവിടെ ഇന്ന് താങ്ങും തണലുമായി അനുഗ്രഹ വർഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഒരേ ഒരു ശക്തിയിൽ എനിക്ക് ആ 20-ാം നൂറ്റാണ്ടിൽ തനിക്ക് വ്യവഹരിക്കുന്നതിനും തൻ്റെ പ്രതിസന്ധികളിലും എല്ലാ തരത്തിലും താങ്ങായിട്ട് ആ ശിവേരി കുന്നിലുണ്ടെന്ന് അന്ന് നമ്മുടെ വയലാർ എഴുതി വെക്കുകയാണ്. തന്നെ നേരിടാൻ വരുന്ന എല്ലാ പ്രതിസന്ധികളിലും തനിക്ക് താങ്ങും തണലായിട്ട്
അതേപോലെ ഇന്ന് കാണുന്ന ലക്ഷോപലക്ഷം ബഹുലക്ഷങ്ങൾക്ക് തീർത്ഥാടനത്തിൽ ഒഴുകിയെത്തുന്ന ഭക്തർക്ക്, നമ്മുടെ കുരുന്ന് മക്കൾക്ക് ആശ്രയമായ, അഭയമായിട്ട്, അനുഗ്രഹമായിട്ട് ആ കുന്നിന്മേൽ കത്തിച്ച വിളക്കത്ത് പ്രകാശസ്വരൂപനായിട്ട്, ഇവിടെയും പ്രകാശസ്വരൂപനായിട്ട് വിശേഷ രൂപത്തിൽ ഗ്രഹിക്കാനായിട്ട് വിഗ്രഹ രൂപത്തിൽ നമ്മളിവിടെയും കൂടിയിരുത്തിയിട്ടുണ്ടല്ലേ. ഈ നാടിന് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാനായിട്ട്, ഈ നാടിന് ശാന്തിയെ പ്രദാനം ചെയ്യാനായിട്ട്, ഈ നാടിന് ഉയർന്ന സംസ്കാരത്തെ പ്രദാനം ചെയ്യാനായിട്ട്, മൂല്യങ്ങളെ, മാനവികമായ മൂല്യങ്ങളെ പ്രദാനം ചെയ്യാനായിട്ട്, എല്ലാവരും ആത്മസഹോദരരല്ലേ എന്നുള്ള ഒരു വലിയ അഹിംസാത്മകമായ തത്വത്തെ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്കെല്ലാവർക്കും ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ, മനുഷ്യരൊന്നിക്കുന്ന കേന്ദ്രങ്ങളിൽ, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ മനുഷ്യരെല്ലാവരും ഒരുമിക്കുന്ന കേന്ദ്രങ്ങളായിട്ട് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇതുപോലുള്ള കേന്ദ്രങ്ങളുണ്ട് അല്ലേ. ഭഗവാന്റെ ക്ഷേത്രങ്ങളുണ്ട്, ഭഗവാന്റെ മന്ദിരങ്ങളുണ്ട്, സാംസ്കാരിക സമുച്ചയങ്ങളുണ്ട്. ഇതുപോലെ ഇത്രത്തോളം വിഗ്രഹങ്ങൾ, ഇത്രത്തോളം സാംസ്കാരിക കേന്ദ്രങ്ങൾ, ഇത്രത്തോളം ഗുരുവിനെ പ്രതിയുള്ള സംഘടനകൾ മറ്റൊരു ദൈവങ്ങൾക്കും ഈ ഭൂമിയിൽ ചരിത്രത്തിലില്ല എന്നുള്ളതാണ്. ഇതൊരു സാധാരണ മനുഷ്യന് സാധിക്കില്ല. ഗുരുവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ, ഗുരുവിൻ്റെ ജീവിതം തന്നെ ഗുരു തന്നെ പറയുന്നത്, ഇത് എഴുതി ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രയുഗത്തിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു മക്കളോടൊപ്പം പോലും, അവരുടെ ചിന്തകളോടൊപ്പം പോലും ഈ സമൂഹത്തിനോടൊപ്പം നമ്മൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. ഒരു നൂറ്റാണ്ട് മുമ്പ് ഇത് തന്നെയാണ് അവസ്ഥ. സമൂഹത്തിനോടൊപ്പം പോലും സഞ്ചരിക്കാൻ കഴിയാതിരുന്ന ഈ മാനവ സമൂഹത്തിനോടൊപ്പം സഞ്ചരിക്കുകയും ആ സമൂഹത്തെ മാറ്റിമറിച്ച് ഇന്ന് കാണുന്ന തരത്തിലെല്ലാ പുരോഗതിയും തരണമെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് സാധിക്കുമോ? ഒരു സാധാരണ മനുഷ്യന് സാധിക്കുമോ? ഇവിടെ ഒരുപാട് മനുഷ്യർ ഇവിടെ ഉണ്ടായി നശിച്ചു പോയിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യന് സാധിക്കില്ല. ഇന്നും ഇത് തന്നെയാണ് അവസ്ഥ. ഈ സമൂഹത്തിൽ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിനോടൊപ്പം പോലും നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് വേണം നമ്മൾ ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ. അതുകൊണ്ട് എന്നും സമൂഹത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും, ഇവിടുത്തെ ആർത്തനും നിരാലംബനും നിരാകരിക്കപ്പെട്ടവനും ബഹിഷ്കരിക്കപ്പെട്ടവനും അന്തസ്സ് നഷ്ടപ്പെട്ടവനും അപമാനിക്കപ്പെട്ടവനും എല്ലാവർക്കും ആശ്രയമായി, കരുതലായി, തണലായിട്ട് നിൽക്കുന്ന ഒരേ ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ. ഗുരു എന്നെ പറയുന്നു, ഞാൻ ഈ ശരീരമൊക്കെ വിട്ടാലും പ്രകാശസ്വരൂപനായി തന്നെ ഇരിക്കും, നാമും ദൈവം ഒന്നായി എന്നൊക്കെ പറയുന്ന അവസാന മുഹൂർത്തമുണ്ട്. എൻ്റെ എല്ലാ വ്യവഹാരങ്ങളും അവസാനിച്ചു, എല്ലാ ജീവിത കൃത്യങ്ങളും. അവതാരം എന്ന് പറയാൻ ചെറിയൊരു പേടിയാണ്. ഇവിടെ ഒരുപാട് അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. സംഭവാമി യുഗേ യുഗേ അല്ലേ, കേട്ടിട്ടില്ലേ? സംഭവാമി യുഗേ യുഗേ. ഓരോ യുഗങ്ങളിലും അവതാരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? നമ്മുടെ പുരാണങ്ങളിലും ചരിത്രങ്ങളിലും ബാലരമ കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ മനുഷ്യനെ പരിഗണിച്ച, ഇതുപോലെ മനുഷ്യനെ സ്നേഹിച്ച, ഇതുപോലെ മനുഷ്യനെ ചേർത്ത് നിർത്തിയ, ഇതുപോലെ മനുഷ്യനെ ഉൾക്കൊണ്ട, ഇതുപോലെ മനുഷ്യൻ്റെ സങ്കടങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ദൂരീകരണങ്ങളും നൽകി അനുഗ്രഹ വർഷങ്ങൾ ചുരിഞ്ഞ മറ്റൊരവതാരങ്ങളെയും നമ്മൾ ഒരു ഗ്രന്ഥങ്ങളും കണ്ടിട്ടില്ല. ഒരു മനുഷ്യനെയും കൊല്ലാതെ അവൻ്റെ പാപമോശം കൊടുത്ത ഒരു ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല, ഇല്ലേ? ചരിത്രങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്. കഥകളാണ്. അവിടെയൊക്കെ അസുരന്മാരെയും ദുഷ്ടന്മാരെയും നിഗ്രഹിച്ച് മോക്ഷം കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ ഇവിടെ ഇതിനൊക്കെ അപ്പുറമാണ് ഗുരു എന്നുള്ളതിൻ്റെ ഒരു വലിയ ചരിത്ര സത്യമാണ് ഗുരു എന്ന് വെച്ചാൽ ആ ദൈവം തന്നെ മാറി. ആസുര സ്വഭാവമുള്ള ദൈവങ്ങളെല്ലാം ഗുരു എടുത്ത് കളഞ്ഞു അല്ലേ. കോലത്തുകരയിലും മണ്ണന്തലയിലും ചെമ്പഴന്തിയിലൊക്കെ ആസുര സ്വഭാവമുള്ള, ഹിംസകളുള്ള, മദ്യവും മാംസവും കഴിക്കുന്ന ദൈവങ്ങളെയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഗുരു സാത്വികമായിട്ടുള്ള, മാതൃവാത്സല്യമുള്ള, സ്നേഹമുള്ള സാത്വികമായ വിഗ്രഹങ്ങളെയാണ് പ്രതിഷ്ഠിച്ചത്. ശിവഗിരിയിൽ വന്നപ്പോൾ ശാരദാംബയെ പ്രതിഷ്ഠിച്ചിട്ട്
പരബ്രഹ്മ സ്വരൂപിണിയെ നമ്മൾക്ക് വിളിച്ചുകൊണ്ട് തന്നു അല്ലേ? വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വിശപ്പായ ചെറിയ രീതിയിൽ. എന്തായാലും ഗുരുവിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ മാഹാത്മ്യത്തെ, ആ വാല്യുവേ എന്നൊക്കെ നമ്മളിന്ന് പറയും, വാല്യൂ ഉള്ള ജീവിതമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട, ഇവിടെ എങ്ങും തപ്പിയാൽ ഇതുപോലുള്ളൊരു ദൈവത്തെ കണ്ടെത്താൻ പറ്റുമോ? ഇതുപോലുള്ളൊരു ദൈവത്തെ കണ്ടെത്താൻ പറ്റുമോ? ഒരു മനുഷ്യൻ്റെയും ചോര ചെയ്യാതെ, ഒരു ദുഷ്ടന്മാരെയും കൊല്ലാതെ. നമ്മൾ അങ്കുലിമാന്റെ കഥയുണ്ട് ഇവിടെ. ബുദ്ധന്റെ കാലത്ത് അങ്കുലിമാൻ എന്ന് പറയുന്ന ആളിനെ അറിയാലോ അല്ലേ? കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. ബുദ്ധന്റെ കാലത്ത് ഒരു വലിയ രാക്ഷസൻ ഉണ്ടായിരുന്നു. ആ രാക്ഷസിന്റെ ഹോബി എന്ന് പറയുന്നത് വലിയ വലിയ മിടുക്കന്മാരായിട്ടുള്ള യോദ്ധാക്കളെ കൊന്നിട്ട് അങ്കുലി, വിരലിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് മാലയായിട്ട് ചാർത്തുക ആയിരുന്നു വലിയ ഒരു ഹോബിയായിരുന്നു. അത്രയ്ക്കും മിടുക്കനായിരുന്നു, അത്രയ്ക്കും വലിയ യോദ്ധാവായിരുന്നു അങ്കുലിമാൻ. അങ്കുലിമാൻ എങ്ങനെ എല്ലാ സ്ഥലത്തും പോയി എല്ലാവരെയും കൊന്നിട്ട് ഈ പറയുന്ന അങ്കുലികളെല്ലാം കോർത്ത് മാലയിട്ട്. ഇനി ഒരെണ്ണത്തിൻ്റെ കുറവുണ്ട് അല്ലേ? ആ കുറവിരുന്നപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു മലയുടെ മുകളിൽ ഒരു ബുദ്ധ ഭിക്ഷു ഇരിപ്പുണ്ട്, ബുദ്ധൻ ഇരിപ്പുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ ആള് ഏറ്റവും കേമനായിട്ടുള്ള ആളാണ്. സുവിശേഷങ്ങൾക്ക് ബുദ്ധം ചരണം ഗച്ഛാമി എന്നൊക്കെ പറയുന്ന, ധർമ്മം ചരണം ഗച്ഛാമി എന്ന് പറയുന്ന വലിയ മന്ത്രങ്ങളൊക്കെ മുഴക്കുന്ന ആളാണ്. ആ ആളിനെ ചെന്നാൽ കീർത്തി നേടാം. ആ കീർത്തിയിലൂടെ ആ അങ്കുലിയും കൂടെ, ആ ബുദ്ധനെ കൊന്നതിന് ശേഷം അങ്കുലിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കീർത്തി ലോകമെമ്പാടും പരക്കും എന്ന് പറഞ്ഞിട്ട് ഈ അങ്കുലിമാൻ അഭിമാനിച്ച് അഹങ്കരിച്ച് തൻ്റെ ആ ഒരു വലിയ ആസുരീയ മഹിമയെ, അല്ലെങ്കിൽ തൻ്റെ ആ ശാരീരിക ബലത്തെയൊക്കെ അഭിമാനിച്ച് അഭിരമിച്ച് ചെല്ലുകയാണ്. ഇന്നും സമൂഹത്തിൽ ഇതുപോലുള്ള മനുഷ്യരുണ്ട്. തൻ്റെ അറിവിൽ അഹങ്കരിക്കുന്ന, തൻ്റെ ശക്തിയിൽ അഭിമാനിക്കുന്ന, അഹങ്കരിക്കുന്ന, തൻ്റെ സമ്പത്തിൽ, തൻ്റെ ഉദ്യോഗത്തിൽ അഭിമാനിക്കുന്ന, അഹങ്കരിക്കുന്ന മനുഷ്യർക്കൊക്കെ വലിയ പാഠമാണ്. ആ ബുദ്ധൻ്റെ അടുക്ക ചെന്നിട്ട് പറയുകയാണ്, അങ്ങയുടെ ശിരസ്സും കൂടെ ഞാൻ കൊയ്യും. എന്നിട്ട് അതിലെ ആ അങ്കുലി, ആ കയ്യിലെ ഒരു വിരലിലെ ആ ഒരു ശകലം ഞാൻ കട്ട് ചെയ്തെടുത്തിൻ്റെ ആഭരണമായി അണിഞ്ഞാലേ എൻ്റെ ജീവിതകൃത്യം പൂർണ്ണമാകൂ എന്ന് പറഞ്ഞ അങ്കുലിമാൻ പറഞ്ഞൊരു സമയം മാത്രമേ ഓർമ്മയുള്ളൂ. ബുദ്ധ എന്ത് ചെയ്തു? മൈത്രിയെ പഠിപ്പിച്ച, ജാതീയ ചിന്തകളെ ഒരു 2000 ആണ്ടുകൾക്ക് മുമ്പേ എതിർത്ത, കാരുണ്യത്തെ വായുവൃതിയ അനുകമ്പാമൂർത്തിയായ ദയാസിന്ധുവായ ബുദ്ധ ഭഗവാൻ എന്താ ചെയ്ത്? അങ്കുലിമാനെ എന്ത് ചെയ്തു? കൊന്നോ? അടുത്ത നിമിഷം ഇരുകാലുകളും മുട്ടുകുത്തി സാഷ്ടാംഗം നമസ്കരിക്കുന്ന അങ്കുലിമാൻ അടുത്ത നിമിഷം ഒരു വലിയ ബുദ്ധഭിക്ഷുവായിട്ട് പരിണമിക്കുകയായിരുന്നു, പരിവർത്തനപ്പെടുത്തുകയായിരുന്നു. അതിന് എന്താ ചെയ്തേ? ആ ഭഗവാന്റെ കാരുണ്യ വർഷങ്ങൾ ചൊരിയുകയായിരുന്നു. അതേപോലെയായിരുന്നു ഗുരുവിൻ്റെ അടുക്ക വന്ന എല്ലാ രീതിയിലും മനുഷ്യ സമൂഹത്തെ ദ്രോഹിച്ചവരെയും ഗുരു ചേർത്ത് നിർത്തി. ഓപ്പൺനെസ് നിന്ന് സൈക്കോളജി പറയും, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ ശക്തിവിശേഷം ഗുരുവിലുണ്ടായിരുന്നു. എഗ്രീബിൾനെസ് എന്ന് പറയുന്ന സൈക്കോളജിയിൽ ചർച്ച ചെയ്യുന്ന എല്ലാവരിലും യോജിപ്പ് കാണാൻ, ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ അപ്പുറം ഇതുപോലുള്ള ദുഷ്ടദൃക്കുകളെപ്പോലും അവരിലെ ആ ഈശ്വരീയതയെ മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്താൻ, യോജിപ്പിച്ച് നിർത്താനുള്ള അത്ഭുത സത്യവിശേഷമുള്ള ഒരു മഹാഗുരുവിൻ്റെ അനുയായികളാണ്, ഫോളോവേഴ്സാണ് നമ്മളെല്ലാവരും അല്ലേ? ഇവിടെയും ബുദ്ധൻ എപ്രകാരമാണോ വലിയ ദുഷ്ടനായിട്ടുള്ള രാക്ഷസീയമായ സ്വഭാവമുള്ള അങ്കുലിമാനെ ഒരു നിമിഷം കൊണ്ട് ഒരു ആയുധവും എടുക്കാതെ തൻ്റെ അനുയായിയുമായി മാറ്റാൻ, തൻ്റെ ഭിക്ഷുവായി മാറ്റാൻ, പരിവർത്തനപ്പെടുത്താൻ കഴിവുണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നത്. അതേപോലെ ഒരു ചോര പോലും തീണ്ടാതെ ഈ സമൂഹത്തെ മുഴുവൻ മാറ്റാൻ, ഈ സമൂഹത്തിൽ മുഴുവൻ ചേർത്ത് നിർത്താൻ, ഈ സമൂഹത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ, അവരെല്ലാവരെയും ആ സ്നേഹത്തിൻ്റെ മുന്നിൽ വിനയാന്വിതരാകാൻ നമ്മളെ പഠിപ്പിച്ച ആ മഹാഗുരുവിൻ്റെ മുന്നിലല്ല, നമ്മൾ ആരെ മുന്നിലാണ് പോയി പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത്? നമ്മൾ ആരെയാണ് മാതൃകയാക്കേണ്ടത്? ഇവിടെ വന്നപ്പോൾ അനീഷ് പറഞ്ഞു, ഇവിടെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും നമ്മൾ സഹകരിക്കും. ഇവിടെ ക്രിസ്മസ് വന്നാലും നമ്മൾ സഹകരിക്കും. നമ്മുടെ പൂജാമുറികളിൽ ക്രിസ്തുവിൻ്റെയും
മറ്റു ദൈവങ്ങളുടെയും അള്ളാഹുവിൻ്റെയും മറ്റെല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു കഴിവ് നമ്മൾക്കുണ്ട്, ഈ സമൂഹത്തിനുണ്ട്. ഇവിടുത്തെ ബഹിഷ്കരിക്കപ്പെട്ട കീഴ്ജാതിക്കാരെന്ന് പറയുന്നവരെയും ചേർത്ത് നിർത്താനും അവരെ ഉൾക്കൊള്ളാനും അതിനുള്ള മനസ്സ് നമ്മൾക്കുണ്ട്. ഇതെവിടെ നിന്നാണ് കിട്ടിയത്? ഇത് ഗുരു എന്ന് പറയുന്ന മഹാവെളിച്ചത്തിനെ പ്രതി, ആ മഹാഗുരു എന്ന് പറയുന്ന ആ മഹാദൈവത്തെ പ്രതി, ആ മഹാഗുരുവിനെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഗുരു എഴുതി തന്ന കൃതികളിലൂടെയും അതിൻ്റെ പഠനങ്ങളിലൂടെയും ആ തത്വ ബോധത്തിലൂടെയും ആ പ്രബോധനങ്ങളിലൂടെയും നമ്മൾ പോലും അറിയാതെ നമ്മൾ നടക്കുന്ന സംസ്കരണവും പരിണാമവുമാണ് നമ്മൾക്ക് ഇതുപോലെ ഈ സമൂഹത്തിൽ ഇടപെടാൻ കെൽപ്പുള്ളവരായി മാറ്റിയത്. ആ തരത്തിലേക്ക് നമ്മളെ നവീകരിച്ചത് ഗുരു എന്ന് പറയുന്ന മഹാവെളിച്ചമാണ്, മഹാമൂല്യമാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഇതുപോലുള്ള മഹാവെളിച്ചത്തെ, മഹാസൂര്യനെ വിട്ടിട്ട് നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ, പോകണ്ടെന്നല്ല, പോകാം, ആധ്യാത്മികമായിട്ടുള്ള ശാന്തിക്കും അതിൻ്റെ ഉണർവിനും വേണ്ടി എല്ലാ ആരാധനാലയങ്ങളിലും പോകാൻ പ്രശ്നമില്ല. പക്ഷേ ഗുരുവിനെ വിട്ടിട്ട്, ഗുരുവിനെ സൈഡാക്കിയിട്ട് ഇതിൽ കൂടുതൽ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്നുള്ളതാണ് സത്യം. മഹാവെളിച്ചമായിട്ട്, മഹാസൂര്യനായിട്ട് ഇവിടെ ഭഗവാൻ ജ്വലിച്ച് നിൽക്കുമ്പോൾ, എല്ലാം തരം ജ്വലിച്ച് നിൽക്കുമ്പോൾ നമ്മൾ മിന്നാമിനങ്ങളുടെ പിറകെ പോകേണ്ട ആവശ്യമുണ്ടോ? വയലോപ്പള്ളി എഴുതിയൊരു കവിത ഉണ്ട്, ഗുരുസന്നിധിയിൽ എന്ന് പറയുന്ന കവിത. ആ കവിതയിൽ വയലോപ്പള്ളി അവസാന വരികൾ എഴുതി വെക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എല്ലാ തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും ഐശ്വര്യങ്ങളെല്ലാം നമ്മൾക്കുണ്ടായി, പക്ഷേ ഇവിടെയാണ് നമ്മളെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ ഉപദേശത്തിനനുസരിച്ച് ജീവിക്കുകയും ഭഗവാന്റെ കൃതികൾ മനനം ചെയ്യുകയും പഠിക്കുകയും അതിനെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത് വലിയ ആളുകളായിട്ട് നടക്കുമ്പോൾ വൈലോപ്പള്ളി എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ഭഗവാന്റെ, ആ മഹാഗുരുവിൻ്റെ ചൂണ്ടുവിരലോളം വളർന്നില്ലല്ലോ ഭഗവാനെ എന്ന് പറയുന്ന ആ ഭഗവാന്റെ ചൂണ്ടുവിരലോളം നമ്മൾ വളർന്നില്ലല്ലോ. നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യം അഭിവൃദ്ധിയെല്ലാം ഉണ്ടായിട്ട് ആ മഹാഗുരുവിൻ്റെ ആ ഗുരുവിൻ്റെ ആ ചൂണ്ടുവിരലോളം നമ്മൾ വളർന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എത്രത്തോളം ഗുരുദർശനത്തിനോട് നീതി കാണിക്കുന്നുണ്ടെന്ന്, ഗുരുവിൻ്റെ പ്രബോധനങ്ങൾ എത്രത്തോളം ഉൾക്കൊണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിത രീതികൾ. ഇതിലെല്ലാം ചരിത്രമാണ്. ഇന്നത്തെ നമ്മൾ വരും തലമുറകൾക്ക് ശേഷിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഉറങ്ങുന്ന ഒരു ചരിത്രമായിട്ട് മാറും. അപ്പോൾ നമ്മൾ എത്രത്തോളം ആ ഭഗവാന്റെ ഉപദേശത്തിനനുസരിച്ച്, ഭഗവാന്റെ ആ ജീവിത മാതൃകയ്ക്കനുസരിച്ച്, ആ പ്രബോധനങ്ങൾക്കനുസരിച്ച് ഉയരേണ്ട കാലമാണ്. പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഒരു തരത്തിലുള്ള ശക്തികൾക്കും നമ്മൾ കീഴ്പ്പെടാതെ ഭഗവാൻ എന്ന് പറയുന്ന മഹാഗുരുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് ഭഗവാന്റെ ഉപദേശത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം, നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. അല്ലേ? നമ്മുടെ ഈ ജീവിതം വരദാനമായി കിട്ടിയതാണ്, അനുഗ്രഹമായി കിട്ടിയതാണ്. ഭഗവാൻ നമ്മൾക്ക് ജീവിക്കേണ്ടത് എന്താണെന്നുള്ള ജീവിത ദർശനത്തെ പറഞ്ഞു തന്നു. ഒരു മനുഷ്യൻ ഈ സമൂഹത്തിൽ തൻ്റെ അരുളുള്ളവനാണ് ജീവി എന്നുള്ളതിൻ്റെ ഒരു അനുകമ്പയുടെ പ്രതീകമായിട്ടുള്ള, അതിന് പ്രതീകാത്മകമായിട്ട് ഗുരു ഉപയോഗിച്ച ഒരു റിക്ഷയുടെ ഒരു മാതൃകയാണ് ഇവിടുത്തെ യൂത്ത് മൂവ്മെൻറ്റിലെ കുട്ടികൾ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. നിസ്സാരമല്ല. അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്ന നവാക്ഷരിയുടെ ഒരു പ്രതീകാത്മകമായ രൂപമാണ് ഇരിക്കുന്നത്. ഗുരുവിൻ്റെ ജീവിത ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാം, കാളവണ്ടികളും മറ്റും ഉണ്ടായിരിക്കെ ഗുരു അതിനെ നിഷേധിച്ചിട്ട്, അതിന് തളർച്ച വന്നാൽ അത് പറയാൻ പറ്റില്ലല്ലോ, അതിന് വിശപ്പ് വന്നാൽ അതിന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് റിക്ഷ മതി. ഇതാകുമ്പോൾ ശിഷ്യന്മാരല്ലേ, അവർക്ക് വിഷമം വന്നാലോ, അവർക്ക് തളർച്ച വന്നാലോ, വിശപ്പ് വന്നാലോ അവർക്ക് നമ്മോട് പറയാമല്ലോ. അപ്പോൾ ഇത് അനുകമ്പയുടെ, സഹാനുഭൂതിയുടെ ഒരു വലിയ പ്രതീകമാണ് ഈ കാണുന്ന റിക്ഷ എന്ന് പറയുന്നത്. ഇതിലൂടെ അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്ന ഈശ്വരീയ മഹിമയെ നമ്മുടെ ഉള്ളിൽ സാക്ഷാത്കരിച്ച്, ഇതാണ് ജീവതാരകം എന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ മാതൃകയാണ് ഈ റിക്ഷ എന്ന് പറയുന്നത്. ഇതാണ് ജീവതാരകം. ഈ ജീവിതമാകുന്ന നമ്മൾ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ മുഴുകുമ്പോൾ
നമ്മുടെ ജീവിത സാഫല്യത്തിലേക്ക്, ജീവിത സായുജ്യത്തിലേക്ക്, നമ്മുടെ ആ ജീവൻ്റെ ആ ഊർദ്ധഗതിയിലേക്ക് നയിക്കണമെങ്കിൽ ഒരേ ഒരു ക്വാളിറ്റി, ഒരേ ഒരു ഗുണം ഈ അനുകമ്പ എന്ന് പറയുന്നതാണ്, അല്ലേ? ഇതില്ലെങ്കിൽ അസ്ഥിത്തോൽ തുടങ്ങുന്ന നാറുന്ന ഉരുടുമ്പ് താൻ എന്ന് വെച്ചാൽ ഈ ഒരു പറയുന്ന ആ ഭഗവാന്റെ ആ ഈശ്വരൻ്റെ മാഹാത്മ്യം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ശവങ്ങളാണെന്നുള്ളതാണ്. അപ്പം ഇതുണ്ടാകണം, ആ അരുൾ നമ്മൾ ഉണ്ടാവണം. പരോപകാരം എന്ന് പറയുന്ന ഈശ്വരീയ മഹിമ ഉണ്ടാകണം. അതിൻ്റെ പിന്നിൽ എവിടെയാണ്? ഗുരുവിൻ്റെ അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിലായി വരയണമെന്നത് ഈ സത്യദർശനത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പൊരുളാണ് അല്ലെങ്കിൽ നിന്റെ സ്വരൂപമാണ് എന്നുള്ള ബോധം നമ്മൾക്കുണ്ടായിരിക്കണം. തന്നിൽ നിന്ന് അന്യമല്ല ഈ കാണുന്ന സർവവും, ഈശനാണ് ഈ ജഗത്തിലെല്ലാം മൂടപ്പെട്ടിരിക്കുന്നെന്നുള്ള സത്യബോധം നമ്മൾ ഉണ്ടായിരിക്കണം. ആ സത്യബോധത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പ്രേരണ നൽകുന്ന കേന്ദ്രങ്ങളായിരിക്കണം ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ. നമ്മുടെ എല്ലാ തരത്തിലുള്ള ആകുലതകളെയും വിഷമങ്ങളെയും സ്വപ്നങ്ങളെ നിറവേറുന്നതിനും നമ്മുടെ സങ്കടങ്ങളെ ദൂരീകരിക്കുന്നതിനുള്ള കേന്ദ്രങ്ങളായിരിക്കണം. ഇവിടെ നിന്ന് ഉയർന്ന മൂല്യങ്ങളെ, ഉയർന്ന സംസ്കാരങ്ങളെ ഒക്കെ നമ്മൾക്ക് ഹൃദയത്തിൽ ആവാഹിക്കുന്ന കേന്ദ്രങ്ങളായിരിക്കണം ഇതുപോലുള്ള ഗുരുക്ഷേത്രങ്ങൾ, ഇതുപോലുള്ള മുഹൂർത്തങ്ങൾ, ഉത്സവങ്ങൾ. അല്ലാതെ വെറുതെ പണങ്ങൾ ചെലവിട്ട് ഒരുപാട് കാശുകൾ ആർഭാടമായിട്ട് ചെലവഴിച്ച് പിരിഞ്ഞാൽ പോരാ. ഭഗവാന്റെ അനുഗ്രഹ വർഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഇത്രയും നേരം നിങ്ങളെ ഇവിടെ ഇരുത്തി വിഷമിപ്പിച്ചതിൽ നിങ്ങളുടെ വിശ്വാസങ്ങളെയുടെയോ നിങ്ങളുടെ ധാരണകളെയോ ഏതെങ്കിലും തരത്തിൽ വൈകാരികമായിട്ട് നിങ്ങളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. നമ്മൾ ഇവിടെ വരുന്നത് അറിവിൻ്റെ യാത്രയിലൂടെയാണ്. ആ അറിവിലൂടെ നമ്മൾ വളരണം. അതിലേക്ക് വെളിച്ചം വീശുന്ന വലിയ ഒരു മാതൃകാ സ്ഥാനമാണ് നമ്മുടെ ഓരോ ഗുരുക്ഷേത്രങ്ങളും. അതുകൊണ്ട് ഇവിടുത്തെ ഏത് മനുഷ്യൻ വിമർശിച്ചാലും, എത്ര തന്നെ ശാസ്ത്രീയ സത്യങ്ങൾ നിരത്തിക്കൊണ്ട്, പ്രാപഞ്ചിക രഹസ്യങ്ങളെ കണ്ടെത്തിക്കൊണ്ട്, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ രഹസ്യങ്ങളെ ഫിസിക്സ് പോലുള്ള സയൻസിലൂടെ വിശദീകരിച്ചാലും, മനുഷ്യൻ്റെ ആ ഹ്യൂമൻ റെവല്യൂഷനെ കുറിച്ചോ ആന്ത്രോപോളജിയിലൂടെയോ ജനറ്റിക്കലിയുള്ള പഠനങ്ങളിലൂടെയോ ചരിത്രപരമായ പഠനങ്ങളിലൂടെയോ സാമൂഹ്യപരമായ നിരീക്ഷണങ്ങളിലൂടെയോ ഒക്കെ നമ്മളെ ഈ ദൈവം എന്നുള്ള സങ്കല്പത്തിൽ ഗുരുവിനെ പെടുത്താതെ മാറ്റി നിർത്തിയാൽ അതിനൊക്കെ അപ്പുറം നമ്മുടെ കണ്ണീരൊപ്പിയ, നമ്മൾക്ക് സമാധാനത്തെ നൽകുന്ന, ഇന്നും ശാന്തിയെ പ്രദാനം ചെയ്യുന്ന ഗുരുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മളെന്നും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എക്കാലവും അവസാന ശ്വാസം വരെയും തൻ്റെ പ്രാണനായിട്ട് ഹൃദയത്തിൽ കൊണ്ട് നടക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം വേണം. ഇതുപോലുള്ള റീലുകളോ വീഡിയോസൊക്കെ വരുമ്പോൾ ചുമ്മാ ഗൗരവമില്ലാതെ അതിനെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും മൂളുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴൊന്ന് നോക്കണം. ഇതുപോലുള്ള ചരിത്ര വസ്തുതകൾ, ഭഗവാന്റെ ആ ജീവിതത്തിലൂടെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകൾ, ശിഷ്യന്മാരനുഭവിച്ച യാഥാർത്ഥ്യങ്ങൾ അല്ലേ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് ഇന്ന് ലോകത്ത്, ചരിത്രത്തിൽ ഈ മനുഷ്യർക്ക് ആരാധിക്കാൻ കൊള്ളാവുന്ന, ഉപാസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു ദൈവം ഗുരു മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒരു സമൂഹം ഗുരുവിനെ ഉൾക്കൊണ്ടുണ്ടായാൽ ലോകത്തിലെങ്ങും ഗുരു വിഭാവനം ചെയ്ത പോലെ, ഗുരു സ്വപ്നം കണ്ട പോലെ ആ സ്വാതത്തേണ വാഴുന്നൊരു മാതൃകാ സ്ഥാനമാകുമെന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഇത്രയും മനോഹരമായ ക്ഷേത്രം, ഇത്രയും മനോഹരമായ ഓഡിറ്റോറിയം, ഇനി വലിയ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം വരുന്നു. ഇവിടുത്തെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നമ്മുടെ കുട്ടികൾ ഒക്കെ ചേർന്നിട്ട് വലിയ മാതൃകാപരമായിട്ടുള്ള, നമ്മുടെ മുതിർന്നവർ പോലും ശ്രദ്ധ കൊടുക്കാതെ ഗൗനിക്കാതെ പോയ കാര്യങ്ങൾ പോലും അവരതിൽ ശ്രദ്ധ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വലിയ ഭാഗ്യം ചെയ്ത ഒരു സമൂഹമാണ്. അതിലേക്കൊക്കെ ഈ മക്കളെയൊക്കെ എന്നെ രൂപപ്പെടുത്തിയത് ഈ മഹാഗുരുവാണ് എന്നുള്ള ബോധ്യം വേണം. എന്ന് വെച്ചാൽ എവിടെ പോയാലും നമ്മുടെ കുഞ്ഞു മക്കളെയാണ് നമ്മൾക്ക് കാണാൻ കഴിയാത്തത്. ഇതുപോലുള്ള വേദികളിൽ യൂത്ത് മൂവ്മെൻ്റ് ഒന്നും ഇല്ല കേരളത്തിലോ കേരളത്തിൻ്റെ വെളിയിലോ എവിടെ പോയാലും
പല സ്ഥലങ്ങളിലും കുറേ മുടി നരച്ച അപ്പാപ്പമാരും അമ്മാമ്മമാരും ഒഴിച്ചാൽ ഒരു മനുഷ്യരെ നമുക്കെങ്ങും കാണാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യർ, ഈ കുട്ടികളൊന്നും ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ വരാത്തത് കൊണ്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മക്കളും, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള മക്കൾ എന്താണ് കാണുന്നത്? 14, 15, 12, 13 വയസ്സായ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുകയാണ് അല്ലേ? കാണുന്നുണ്ടോ? നമ്മുടെ അപ്പാപ്പന്മാർക്കും അമ്മമാർക്കൊന്നും അറിയാൻ പറ്റൂല. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ മക്കൾ ദിനം പ്രതി 100 കണക്കിന് മക്കൾ സൂയിസൈഡ് ചെയ്യുകയാണ്. അവർ പോകുന്ന കലാലയങ്ങളിലും അവരിടപഴകുന്ന കേന്ദ്രങ്ങളിലും അവർ ജീവിക്കുന്ന വീടുകളിലും വരുന്ന പല പ്രതിസന്ധികളിലും അവർക്കതിൽ നിന്ന് തരണം ചെയ്യാൻ പറ്റുന്നില്ല. അതിലേക്ക് ശക്തിയെ പ്രദാനം ചെയ്യാൻ, അതിലേക്ക് അറിവിനെ പ്രദാനം ചെയ്യാൻ, അതിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ ഇതുപോലുള്ള ഗുരുവിനെ അവർക്ക് കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് നമ്മുടെ ഈ അച്ഛനമ്മമാർ, പാരൻസ് അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്നില്ല. എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ മക്കളുടെയൊക്കെ ഈ ഒരു 15, 16 വയസ്സ് നല്ല കുഞ്ഞു മക്കൾ അവരുടെ ജീവൻ ഉപേക്ഷിക്കുകയാണ്. ഒരു ചെറിയ പ്രതിസന്ധി വന്നാൽ, ഒരു ചെറിയ വിഷമം വന്നാൽ അവർക്ക് താങ്ങാൻ പറ്റാതെ എവിടെയാണ് നമ്മുടെ കുട്ടികളുടെ പോക്ക്? മയക്കുമരുന്നുകളുടെ പിടിയിൽപ്പെട്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ ഡി-അഡിക്ഷൻ സെന്ററിൽ കിടക്കുകയാണ്, ഭ്രാന്തന്മാരായി കിടക്കുകയാണ്. വല്ല ബോധം ഉണ്ടോ? നമ്മൾക്ക് ഉണ്ടോ? ലക്ഷക്കണക്കിന് 15 ലക്ഷം കുട്ടികളാണ് കഴിഞ്ഞ വർഷം ഋഷിരാജ് സിംഗ് ശിവഗിരിയിൽ വന്ന് പറഞ്ഞു. 15 ലക്ഷം കുട്ടികൾ ഡി-അഡിക്ഷൻ സെന്ററിൽ കഴിഞ്ഞ വർഷം അവിടെ നിന്ന് പുറത്തുപോയി. ഈ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് നമ്മുടെ മക്കളെയൊക്കെ +2 ഫുൾ A+ വാങ്ങിച്ചിട്ട് 10ാം ക്ലാസ്സിലും ഫുൾ A+ വാങ്ങിച്ച് നമ്മളെ അച്ഛനമ്മമാർ കൂട്ടിലടച്ച കുട്ടികളെ പോലെ ഇതുപോലുള്ള ഗുരുദേവ ക്ഷേത്രങ്ങളിലോ ഇതുപോലുള്ള രവിവാര പാഠശാലകളിലൊന്നും വിടാതെ എല്ലാം തനിക്ക് നേടാൻ പറ്റാത്ത എല്ലാ തൻ്റെ സാഹചര്യങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി ഈ മക്കളെ, കൂട്ടിലടച്ച മക്കളെ ഗുരു എന്ന് പറയുന്ന മഹാവെളിച്ചത്തെ പോലും അവരെ ഹൃദയത്തിൽ കൊടുക്കാതെ വളർത്തിയിട്ട് 10 A+ഉം ഈ +2 ഫുൾ A+ ഒക്കെ വാങ്ങിച്ചിട്ട് വിടുന്ന ചെന്നൈയിലും ബാംഗ്ലൂരും ഈ പറയുന്ന ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും ഈ പറയുന്ന UK പോലുള്ള മറ്റ് രാജ്യങ്ങളിലൊക്കെ വിടുമ്പോൾ ഇവർ നേരിടുന്ന വെല്ലുവിളികൾ, ഇവരിടപഴകുന്ന സമൂഹം എങ്ങനെയാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ രക്ഷകർത്താക്കൾക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നത്തെ സമൂഹത്തിൻ്റെ പോക്ക് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ശകലമെങ്കിലും കുറച്ചെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഗുരു എന്ന് പറയുന്ന മഹാവെളിച്ചത്തിന് മുന്നിൽ വിടാതിരിക്കില്ലായിരുന്നു. ഗുരുവെന്ന് പറയുന്ന മഹാവെളിച്ചത്തെ പ്രദാനം ചെയ്യുന്ന ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ കൊണ്ടു ചെല്ലുമായിരുന്നില്ലായിരുന്നതിനെ. എന്നുവെച്ചാൽ ഈ കേന്ദ്രങ്ങളൊന്നും വിടാതെ നമ്മൾ സ്വകാര്യമായി വെച്ച് ഈ മക്കളാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി പഠിച്ച് ഭ്രാന്തന്മാരായി പോയത്. പറഞ്ഞ് മനസ്സിലായോ? ഗുരു പറഞ്ഞ് മദ്യം ബുദ്ധി വൈകല്യജനകം, ബുദ്ധിയെ കെടുത്തുന്നതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കാസർഗോഡുള്ളൊരു കുട്ടി, ഇതുപോലുള്ളൊരു ഗുരുമന്ദിരത്തിൻ്റെ തൊട്ട് ചേർന്നുള്ള വീട്ടിലൊരു കുട്ടി MBBS അഡ്മിഷൻ കിട്ടി. ആ കുട്ടിയെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എങ്കിലും പറയാതെ വയ്യ. ആ കുട്ടിയെ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് അവരുടെ ആഗ്രഹമാണ് ഡോക്ടറാക്കണമെന്നുള്ള, ആ കുഞ്ഞിൻ്റെ ആഗ്രഹമായിരുന്നു. അവളെ കോഴിക്കോട് കൊണ്ട് അവിടുത്തെ ഒരു ആശുപത്രിയിൽ അവളുടെ MBBS അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ വിട്ട് അവളുടെ 1 or 2 വർഷം കഴിഞ്ഞപ്പോൾ കുട്ടിയെ തിരിച്ച് അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുകയാണ്. അവൾ ചെന്ന് ഈ ഡ്രഗ്സുകൾ ഉപയോഗിച്ച് സുബോധം നഷ്ടപ്പെട്ട് ക്ലാസ്സിൽ കയറാതെ ഒരു ഭ്രാന്തിയെ പോലെ വീട്ടിൽ കൊണ്ടാക്കുകയാണ്. അച്ഛനമ്മമാർക്ക് അരയുകയല്ല, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഈ കുട്ടി പിന്നെ ചെയ്യുന്നതാണ്, ഇതിൽ അഡിക്ഷയായി ഈ കുട്ടി 20 or 21 വയസ്സായ കുട്ടി ആ വീട്ടിൽ നിന്ന് എപ്പോഴും പുറത്തു പോകുന്നു, അവൾ എപ്പോഴും തിരിച്ചു വരുന്നു, എന്ന് തിരിച്ചു വരുന്നു എന്ന് ആ വീട്ടിൽ ആ അച്ഛനും അമ്മയ്ക്ക് അറിയില്ല, ആ നാട്ടിലുള്ളവർക്കും അറിയില്ല. അത്രയ്ക്കും ബോധം കെട്ട് ഭ്രാന്ത് പിടിച്ച് സമൂഹത്തിൽ അലയുകയാണ്. എന്ന് വെച്ചാൽ ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മൾക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ല. ഇതുപോലുള്ള കേന്ദ്രങ്ങൾ നമ്മൾ വഴിപാടുകളും അഭിഷേകങ്ങളും ചെയ്ത് മടങ്ങുമ്പോൾ നല്ല അറിവുള്ള മനുഷ്യരെ, ഗുരു പറയുന്ന പോലെ അറിവുള്ള മനുഷ്യരെ ഇവിടെ വിളിച്ചിട്ട് മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചാൽ തൻ്റെ ബുദ്ധിയുടെ ബ്രെയിനിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തെ അത് ബാധിക്കും. ഓരോ കുഞ്ഞുങ്ങളും ഭ്രാന്തന്മാരും ഭ്രാന്തിയുമായി മാറുമെന്ന് ഇതുപോലുള്ള കേന്ദ്രങ്ങളിലൂടെ നമ്മൾ പഠിപ്പിച്ചില്ല.
പഠിപ്പിച്ചിരുന്നു എങ്കിൽ ഈ കുഞ്ഞു മക്കൾ ഇത് ചെയ്യുമായിരുന്നോ? മനുഷ്യന് വരദാനമായി കിട്ടിയ നമ്മുടെ അച്ഛനമ്മമാർക്ക് അനുഗ്രഹമായി കിട്ടിയ നമ്മുടെ മക്കളുടെ ജീവിതം 15 ലക്ഷം കുട്ടികളാണ് DAD സെന്ററിൽ കഴിഞ്ഞ വർഷം പോയിരിക്കുന്നത്. അത് ഒരു കാര്യം. അപ്പോൾ ഇതിന് ഉത്തരവാദികൾ ആരാണ്? ഈ രക്ഷകർത്താക്കൾ തന്നെയാണ്. ഇതുപോലുള്ള സംസ്കാരത്തെ പ്രദാനം ചെയ്യുന്ന, അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന, ആ ഗുരുവിൻ്റെ ആ വെളിച്ചം പ്രദാനം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകാൻ നമുക്ക് മടിയാണ് അല്ലേ? പഠിക്കണം 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 എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവിടുന്ന കേന്ദ്രങ്ങളാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാതെ പോയതാണ് ഗുരു എന്ന് പറയുന്ന ആ മഹാ വെളിച്ചത്തെ നമ്മുടെ മക്കളിൽ, അവരുടെ ഹൃദയത്തിൽ നമ്മൾ പകർന്നു കൊടുത്തിരുന്നെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഗുരു അവർക്ക് കാവലായിട്ടുണ്ടായേനെ, കരുതലായിട്ടുണ്ടായേനെ, അവർക്ക് വെളിച്ചമായിട്ടുണ്ടായേനെ. നമ്മുടെ രക്ഷകർത്താക്കൾ ഇത് മനസ്സിലാക്കാതെ പോയി എന്നുള്ള ഒരു വലിയ വിഷമാണ്. ഇതിന് ഒരു കാര്യം കൂടെ ഉണ്ട്, വയലൻസ്. നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വയലൻസ് പെരുകി വരികയാണ്. ആൾക്കാരെ കൊല്ലാൻ, ക്രൂരമായി മർദ്ദിക്കാൻ. ഇന്ന് കാണുന്ന സിനിമകളെല്ലാം നമ്മുടെ മക്കൾ അനുകരിക്കുകയാണ്. ഈ സിനിമകളിലൂടെയാണ് മദ്യമയക്കുമരുന്നുകളിൽ വലിയൊരു ശതമാനം നമ്മുടെ കുട്ടികൾ പ്രേരണ തേടുന്നെന്ന് നമ്മുടെ ഇന്ന് പഠനങ്ങൾ കാണിക്കുകയാണ്. ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് വിവരമില്ല, അറിവില്ല. ഉണ്ടോ? ഈ കാണുന്ന സിനിമകൾ കാശ് മുടക്കി നമ്മളും പോയി കാണും. ഒരു 2-3 വർഷത്തെ ഏത് സിനിമകൾ എടുത്താൽ കൊല്ലാൻ പഠിപ്പിക്കുന്ന സിനിമകളാണ്. ഗുരു എല്ലാവരെയും ഉൾക്കൊള്ളാനും ചേർത്ത് നിർത്താനും പഠിപ്പിച്ച അല്ലെങ്കിൽ ഗുരു ഉഴുതിട്ട ഈ മണ്ണിൽ കൊല്ലാൻ പഠിക്കുന്ന സിനിമകളിലൂടെ നമ്മുടെ കുട്ടികളെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന, അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ പോലും തൻ്റെ ബട്ടൺസ് പൊട്ടിച്ച കഴുത്ത് ഞെരുക്കി കൊല്ലുന്ന മനോഭാവം ഉണ്ടാക്കുന്ന കുട്ടികളുള്ള സ്കൂളുകളാണിന്ന് അല്ലേ? അപ്പോൾ ആ തരത്തിലൊക്കെ മാറ്റുന്ന ഈ സമൂഹമാണ്, നമ്മളാണ്. ഇതുപോലുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാതെ, അത് പറഞ്ഞു കൊടുക്കാതെ ഈ കുട്ടികളെ വളർത്തുന്നു. ഇതിനു വേണ്ടി മാർക്ക് മാത്രം മതി നമുക്ക് അല്ലേ? ഫുൾ A+ മാത്രം മതി. കുട്ടികളുടെ ജീവിതം നല്ല മനുഷ്യനാകാൻ നമ്മളവരെ പഠിപ്പിക്കുന്നില്ല. സ്കൂളുകൾ നല്ല മനുഷ്യനാകാൻ പഠിപ്പിക്കുന്നില്ല. നല്ല മൂല്യമുള്ള, ക്വാളിറ്റിയുള്ള, ഡിസിപ്ലിനുള്ള കുട്ടികളാക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല. കലാലയങ്ങളും പഠിപ്പിക്കുന്നില്ല, നമ്മുടെ വീടുകളും ഇതുപോലുള്ള കേന്ദ്രങ്ങളും പഠിപ്പിക്കുന്നില്ല. നല്ല ഡിസിപ്ലിനും ക്വാളിറ്റിയുള്ള, നല്ല മൂല്യബോധമുള്ള, സഹാനുഭൂതിയുള്ള, സ്നേഹമുള്ള, എല്ലാവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ നമ്മൾ അവരെ കൈപിടിച്ച് കൊണ്ടുവരാത്തതാണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതുകൂടെ പറഞ്ഞു നിർത്താം അനീഷ, ഇതുകൂടെ പറഞ്ഞു നിർത്താം. നമ്മുടെ ഇന്ന് ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യണം അല്ലേ? ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യണം. എയ്ഡ്സ് എന്ന് പറയുന്നൊരു രോഗമുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഗുരുവിൻ്റെ മുമ്പിലാണ് ഇത് പറയാനായിട്ട് ഗുരു തന്നെ പറയിപ്പിക്കുകയാണെന്ന് വെച്ചോ. ഇന്നത്തെ ഓരോ ദിവസവും ആ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 41 ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഗൂഗിളിൽ അടുത്ത വർഷങ്ങളിലെ കണക്കാണ്. ഈ കുട്ടികൾ നമ്മുടെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ വലിയ തോതിൽ നമ്മൾ ഇതിന് മരുന്നുകൾ കണ്ടുപിടിച്ച് മാറ്റിയ ഈ ഒരു രോഗത്തെ ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഓരോ ദിവസവും 100 കണക്കിന് പേഷ്യൻസാണ് നമ്മുടെ കുട്ടികളുടെ, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 14, 15, 16, 17 വയസ്സായ ഈ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കണ്ടുവരുന്നത്. ഇതെവിടെ നിന്ന് സംഭവിക്കുന്നു? ഗുരു പറഞ്ഞ ആ സാമാന്യ ധർമ്മങ്ങളെ, അഹിംസ, സത്യം, അസ്തേയം, അഭ്യഭിചാരം, മദ്യവർജനം തുടങ്ങിയിട്ടുള്ള ആ സാമാന്യ ധർമ്മങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചിരുന്നു എങ്കിൽ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ, നമ്മുടെ ഈ കുഞ്ഞു മക്കൾ എല്ലാ തരത്തിലുള്ള അറിവും, നമ്മളെക്കാളും അറിവുണ്ട്, ഇൻഫർമേഷനിൽ അവരെ വിരൽത്തുമ്പിലാണെന്ന് അവർക്ക്. പക്ഷേ ഇതുപോലുള്ള മാരകമായ രോഗങ്ങൾ, അവിടെ ഈ പറഞ്ഞ സദാചാര മൂല്യത്തെ ഉൾക്കൊണ്ട് ജീവിക്കാതെ തുടർന്ന് വരുന്ന ഇതുപോലുള്ള കുട്ടികളുടെ ഇടയിൽ വ്യാപകമായിട്ട്, പെൺകുട്ടികളുടെ, ആൺകുട്ടികളും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ ഇത്രത്തോളം അസുഖങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇതൊന്നും നമ്മൾ ചിന്തിക്കാതെ പോകരുത്, മനസ്സിലാക്കാതെ പോകരുത്. ഇതിനെയൊക്കെ തിരുത്തേണ്ട കാലമായി. ഇതിനെയൊക്കെ കുട്ടികൾക്ക് അതിൻ്റെ ഗൗരവത്തെ, ജീവിതത്തിൻ്റെ മൂല്യത്തെ ഒക്കെ പകർന്നു കൊടുക്കേണ്ട അച്ഛനമ്മമാർ വെറും ജോലികൾ ചെയ്ത്, ജീവിത വൃത്തികൾ ചെയ്ത് പോകുമ്പോൾ ഈ കുട്ടികളുടെ ഈ മാറ്റങ്ങളെ, അവരുടെ ചെയ്തികളെ, അവരുടെ അറിവില്ലായ്മയെ മാറ്റാൻ നമ്മൾ തയ്യാറാകണമെങ്കിൽ ആദ്യം നമ്മൾ ഗുരുവിനെ ആദ്യം ഉൾക്കൊള്ളണം, നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഉൾക്കൊള്ളണം, നമ്മുടെ പ്രവൃത്തിയിൽ ആദ്യം കൊണ്ടുവരണം. ഇത് കണ്ടായിരിക്കണം നമ്മുടെ മക്കൾ വളരേണ്ടത്.
അവരായിരിക്കണം ഈ പറയുന്ന മക്കൾക്ക് അച്ഛനും അമ്മയും ആയിരിക്കണം മാതൃകകൾ. ഇതുപോലെ സിനിമാ നടിമാരും നടന്മാരും ആയിരിക്കരുത് അവർക്ക് മാതൃകകൾ. സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയും ആയിരിക്കണം കുട്ടികൾക്ക് മാതൃക. അതിന് സ്വന്തം അച്ഛനും അമ്മയും അതിനനുസരിച്ച് അവരെ കുട്ടികൾ അനുകരിക്കത്തക്ക തരത്തിൽ, അവരിഷ്ടപ്പെടത്തക്ക തരത്തിൽ നമ്മളും നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തണം. അതിനെ മെച്ചപ്പെടുത്തേണ്ട, അതിനെ തയ്യാറാക്കേണ്ട, അതിനുള്ള അറിവ് സ്വായത്തമാക്കേണ്ട ഒരു വലിയ ഒരു സാംസ്കാരികമായ വെളിച്ചം പകരുന്ന ഭഗവാന്റെ കാരുണ്യ കടാക്ഷം ചൊരിയുന്ന കേന്ദ്രങ്ങളാണ് ഗുരുദേവ ക്ഷേത്രങ്ങൾ. അതിനെ പ്രതീകാത്മകമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാനാണ് ഇതുപോലുള്ള വിഗ്രഹങ്ങൾ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. അതിൻ്റെ ചൈതന്യത്തെയും ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ നമ്മുടെ സന്തോഷവും സ്നേഹവും ആരാധനയും കടപ്പാടും കൊണ്ടാണ് ഇതുപോലുള്ള മുഹൂർത്തങ്ങളിൽ നമ്മൾ അഭിഷേകം ചെയ്യുന്നത്, ഭഗവാൻ ആരാധന ചെയ്യുന്നത്, ഭഗവാൻ അർച്ചന ചെയ്യുന്നത്. ഇതിലൂടെ വലിയ മൂല്യത്തെ, വലിയ സാംസ്കാരിക മൂല്യത്തെ നമ്മൾ വീണ്ടെടുക്കുകയാണ്, വലിയ മൂല്യങ്ങളെ ഉൾക്കൊള്ളുകയാണ് ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ നിന്നും. ഇതൊന്നും വിസ്മരിച്ചുകൊണ്ട്, ഇതിനൊന്നും മനസ്സിലാക്കാതെ കൊണ്ട് വെറുതെ വീഡിയോകൾ ചെയ്തിട്ടതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇതൊരു വലിയ സമൂഹത്തെ സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും എല്ലാ രീതിയിലും ഈ സമൂഹം പോലും അറിയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരു ഭഗവാൻ പറയുമ്പോൾ അതൊരു വലിയൊരു യന്ത്രമായിട്ട് ഇതുപോലുള്ള ഗുരുദേവ ക്ഷേത്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു യന്ത്രമായിട്ട് അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇതിലൂടെ കടന്നു പോകാത്ത ഒരു മനുഷ്യനുണ്ടാകില്ല ഈ സമൂഹത്തിൽ. ലോകത്തിന് തന്നെ ഈ ഒരു യന്ത്രം പ്രവർത്തിച്ച് ആ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വേളയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള ഉത്സവങ്ങളിൽ, മഹോത്സവങ്ങളിൽ ആ ഭഗവാൻ അനുഭവിച്ച ആ ദിവ്യോത്സവമായിട്ടുള്ള ആ അനുഭൂതിയെ, സാധാരണ ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാന്റെ അനുഭൂതിയെ പ്രദാനം ചെയ്യുന്ന ഇതുപോലുള്ള മുഹൂർത്തങ്ങളിൽ നമ്മൾ അറിവിൻ്റെ തലത്തിൽ നമ്മൾ ഉയരണം. അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹ വർഷങ്ങൾ നമ്മൾ നുകരണം. ഭഗവാന്റെ പ്രബോധനങ്ങളും ഭഗവാന്റെ ജീവിതവും ഭഗവാന്റെ ആ കൃതികളിലൂടെ നമ്മൾക്ക് വെളിച്ചം കാണിക്കുന്ന ആ അമൂല്യ രത്നങ്ങളെയൊക്കെ നമ്മൾ ഹൃദയത്തിൽ ആവാഹിച്ച് ഈ സമൂഹത്തിന് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സമൂഹത്തെ സ്നേഹിക്കുന്ന, സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ സമൂഹമാകാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മൾക്കെല്ലാവർക്കും ജീവിതത്തിലുടനീളം അനുഗ്രഹ വർഷങ്ങൾ ചൊരിയട്ടെ. നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ജീവിത അവസാനത്തിൽ ആ ഭഗവാന്റെ ചാരത്ത് വസിക്കാനും ആ സല്ലാപത്തെ നുകരാനൊക്കെ ആ ഭഗവാന്റെ അനുഗ്രഹ വർഷങ്ങളാവോളം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരാനും കുറച്ചു നേരം നിങ്ങൾ ഇവിടെ ഇരുത്തി വിശപ്പിൻ്റെ കാഠിന്യത്തിൽ നിങ്ങളെ മുഖമൊക്കെ വാടുന്നത് കാണാം. എങ്കിൽ പോലും കുറച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഇവിടെ വിളിച്ചതിലും നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം, നന്ദി. എന്തായാലും വലിയ സന്തോഷത്തോടു കൂടി ഭഗവാന്റെ മുന്നിലിരുന്ന് കുറച്ച് കാര്യമൊക്കെ പറയാൻ, ഭഗവാൻ നൽകിയ അനുഗ്രഹത്തിന് ഭഗവാനോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവാന്റെ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.